Hello everyone, good evening, and welcome to Abin's Transformation Program special webinar. ഇതൊരു സ്പെഷ്യൽ വെബിനാർ തന്നെയാണ്. നോർമലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി അല്ലെങ്കിൽ വളരെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഓൾ ആൻഡ് വെൽക്കം അവർ സ്പെഷ്യൽ ഗസ്റ്റ് ആയിഷ ഓൾസോ. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആം ഐ ഓഡിബിൾ? ആയിഷ ഓഡിയോ ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ഒരു 70% ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്. ഡയബറ്റിക്കും അതേപോലെ തന്നെ ഡയബറ്റിക്കും കൊളസ്ട്രോളും അതേപോലെ BP വരുന്നതും അതിൽ വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് തൈറോയിഡും PCOD ഒക്കെ. സോ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് PCOD അല്ലെങ്കിൽ PCOS അല്ലെങ്കിൽ നമ്മൾ ഒരു പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷെ പല ആൾക്കാർക്കും ഇതിനെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെത്തേഡ് അറിയില്ല. പല ആൾക്കാരും റോങ് ആയിട്ടുള്ള വഴിയിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓവർക്ക് സ്ട്രെസ് കൊടുക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് മാത്രമാണ് ഇതിന് മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്രാഷ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുക. സോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഒരു വെയിറ്റ് ലോസ് നമ്മൾ ക്രാഷ് ആയിട്ട് ഡയറ്റ് എടുത്തുകൊണ്ടൊന്നും PCOD മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റിയെടുക്കണം. സോ ഇന്നത്തെ സെഷനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കുറച്ചും കൂടെ PCOD മാറാനുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളെ എങ്ങനെ അവയർനെസ് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ സെഷൻ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ഒരാളെ തന്നെയാണ്. PCOD പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചെന്നാൽ പോരാ, ഇതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ അറിയുന്ന ഒരാളെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഞാൻ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തുള്ളത്. സോ ഗസ്റ്റിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവർ വെൽക്കം ചെയ്യാം. Our guest speaker for today's session is Aisha bin Said from Peridhalmanna, currently pursuing master's specialization in University College London, UK. She started weightlifting 4 years ago due to PCOS. Since then, she has pursued a career in fitness due to her passion for fitness and nutrition. She is having a certification in food and health from Stanford University. Aisha is here to deliver a talk regarding health and well-being for women with PCOD, PCOS, and thyroid. So let's put your hand together and welcome Aisha to ATP special webinar. So Aisha, you can unmute and the floor is open for you. So ഞാൻ ആയിഷനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, so you can share also. Okay, thank you Abin for the kind introduction. പിന്നെ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും മംഗ്ലീഷ് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ മംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചാറ്റില് ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആയിഷ അതിലൊന്ന് സ്പോട്ട് ലൈറ്റ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ആയിരിക്കും കാണാം. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ലൈറ്റ് ഇട്ടാൽ മതി. സ്പോട്ട് ലൈറ്റ് എവിടെയാണത്? അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കിയാൽ മതി, ഞാൻ സ്പോട്ട് ലൈറ്റ് ആക്കാം. Okay, okay. I'll do one thing. I'll do. Okay, now it's fine. Just അപ്പം എല്ലാവർക്കും മംഗ്ലീഷ് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ സെഷന് ശേഷം നമുക്കൊരു Q&A സെഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം അതിലും നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എല്ലാം അവിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. PCOD എന്തൊക്കെ കാരണം കൊണ്ടാണ് PCOD നമുക്ക് വരുന്നത്, പിന്നെ ആ PCOD മാറ്റാൻ അല്ലെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അപ്പം മെത്തേഡ്സിൽ ഏത് എക്സസൈസ് ടൈപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുക, അതുപോലെ തന്നെ
ഈ നമ്മളെ ഈ BMI, ബോഡി കമ്പോസിഷൻ, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ, അതുകൊണ്ടൊക്കെ ഉള്ള ഗുണം എന്താണ്, എങ്ങനെ നമുക്ക് നമ്മളെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മളെ ഡയറ്റിൽ കൊണ്ടുവരേണ്ട മോഡിഫിക്കേഷൻ, നമ്മളെ കിച്ചണിൽ കൊണ്ടുവരേണ്ട മോഡിഫിക്കേഷൻസ്, പിന്നെ ഞാൻ ചെറുതായിട്ട് ഇപ്പൊ PCODന്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, തൈറോയിഡ്, ഷുഗർ ക്രേവിങ്സ്, ടയർഡ്നെസ് അല്ലെങ്കിൽ ലെഥാർജി, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, മീൻസ് കാര്യങ്ങൾ. തൈറോയിഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കില്ല, ബട്ട് തൈറോയിഡിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് സംസാരിക്കും. കുറച്ച് മീൻസ് തൈറോയിഡിനെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരും. ബട്ട് കൂടുതലും ഞാനിപ്പോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് PCODനെ കുറിച്ചാണ്. പിന്നെ വേറെ ഒരു സമ്മറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ നമ്മളെ ഹൽദി മിൽക്ക് അല്ലെങ്കിൽ മഞ്ഞളിട്ട പാലിന്റെ ഗുണം എന്താന്ന് ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ PCOD. ഇപ്പോ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ യൂട്രസിന്റെ 2 സൈഡിലുമാണ് നമുക്ക് ഓവറി ഉണ്ടാവുക. അപ്പൊ ഓവറിന്റെ ചുറ്റും എന്തുണ്ടാവും, ചെറിയ ചെറിയ സിസ്റ്റുകൾ ഫോം ചെയ്യും. അതായത് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് പൊട്ടി മെൻസ്ട്രൽ പീരിയഡിലൂടെ അത് പോവാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളായിട്ട് ആ ഓവറി അവിടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ യൂട്രസിന്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു സ്മോൾ സിസ്റ്റ് ഉണ്ടാകുമ്പോ എന്താവും, നമ്മൾ ഓവറീസ് ഓട്ടോമാറ്റിക്കലി പ്രഷറിലായിരിക്കും. അതായത് വീണ്ടും ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു മെൻസ്ട്രൽ പീരിയഡിലൂടെ പുറത്തേക്ക് പോണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്താവണം, പോണം. ഇത് പിന്നെ ബോഡി ഫാറ്റ് ആയിട്ടാണ് മാറുക. ഈ കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ബോഡി ഫാറ്റ് ആയിട്ടാണ് പിന്നെ നിൽക്കുക. അതുകൊണ്ടാണ് PCOD ഉള്ള ഇപ്പൊ എനിക്കും PCOD ഉണ്ടായിരുന്നു. ഇത് ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടല്ലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അത് റിവേഴ്സ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കൂടിയാണ് നിങ്ങളെ നടത്താൻ പോകുന്നത്. ഈ ഒരു ടോക്കിന്റെ മെയിൻ ഉദ്ദേശം അതാണ്, PCOD എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ ഓവറീസ് അണ്ടർ പ്രഷറിലായിരിക്കുമ്പോൾ പൊതുവെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ലോവർ ബെല്ലി ഫാറ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ പറയും അടിവയറ് കുറച്ച് കൂടുതലാണെന്ന് പറയും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ പിന്നെ നമുക്ക് കൂടുതൽ നമ്മളെ ബോഡീന്റെ മറ്റു പാർട്സിലേക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാരണം നമുക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ആസിഡിറ്റി, ഹൈ ലെവൽസ് ഓഫ് ബോഡി ഫാറ്റ്, മൂഡ് സ്വിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കാരണം. അതായത് ഈ PCOD കാരണം നമുക്ക് ഉണ്ടാവുക. അതില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഹോർമോണലി വൈബ്രന്റ് ആണ്. അപ്പം ഒരു മാസത്തിൽ നമുക്ക് എപ്പോഴും പ്രീ മെൻസ്ട്രൽ പീരിയഡ് ഉണ്ടാവും, ഒരു മെൻസ്ട്രൽ പീരിയഡ് ഉണ്ടാവും, കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ് ഉണ്ടാവും. ഇത് ഒരു മാസത്തിലും സംഭവിക്കും, ഒരു ലൈഫ് ടൈമിലും സംഭവിക്കും. ഒരു ലൈഫ് ടൈമിൽ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മെൻസ്ട്രൽ ഒരു നമ്മളെ കുട്ടിക്കാലം, അത് കഴിഞ്ഞ് നമ്മൾ ഒരു വുമൺ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുൾ മെൻസ്ട്രൽ സൈക്കിളിലുള്ള ഒരു കാലം, പിന്നെ പോസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്. അപ്പൊ ഇത് ഒരു മാസത്തിലും സംഭവിക്കുന്നുണ്ട്, ഒരു ലൈഫ് ടൈം ആസ് എ ഹോൾ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പം PCOD എന്ന് പറയുന്നത് ബേസിക് PCOD ഇതെന്ന് പറയുന്നത് ഇറഗുലാരിറ്റി ഇൻ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. പക്ഷെ ഇറഗുലാരിറ്റി ഇൻ മെൻസ്ട്രൽ സൈക്കിൾ മാത്രം PCOD വരാനൊരു കാരണമാവില്ല. ചിലപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. ചിലവർക്ക് അത് ഹോർമോണൽ ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയും, പിമ്പിൾസ് ഉണ്ടാക്കും. ചിലവർക്ക് നല്ല ഹൈ ബോഡി ഫാറ്റ് ആയിരിക്കും ഉണ്ടാവുക അത് കാരണം. ചിലവർക്ക് മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ. അപ്പൊ ഇത് ഓരോരുത്തരെയും എഫക്ട് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. അപ്പൊ എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ കേസിൽ ചെയ്യാൻ പറ്റുക, ആൻഡ് അവിടുന്നാണ് നമ്മളെ PCOD റിവേഴ്സ് ചെയ്യാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം PCOD കാരണം നമുക്ക് അതായത് നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, അതായത് ഹോർമോണലി വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളെ ഹോർമോൺസ് ഒരു ചെറിയ ഇംബാലൻസ് വരുമ്പം നമുക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാ, നമ്മൾ ഡയബറ്റീസിന് എക്സ്പോസ്ഡ് ആണ്. പിന്നെ ഹൈ ബോഡി ഫാറ്റ് കാരണം വീക്ക് ബോൺസ് ആൻഡ് ജോയിന്റ്സ് നമുക്ക് ഉണ്ടാകും. പിന്നെ ഈ രണ്ട് കേസ് കാരണം നമ്മളെ ഷുഗർ ലെവൽസിന്റെ ആ ഒരു പ്രശ്നം കാരണം
ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മളെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യും. അതാണ് നമ്മളെ ടൈപ്പ് 2 ഡയബറ്റീസിനെ എക്സ്പോസ് ചെയ്യാൻ കാരണം. അപ്പം ഈ ഇൻസുലിൻ ഈ റെസിസ്റ്റൻസ് കാരണമാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ മെയിൻ കാരണങ്ങൾ പറയാ, അതായത് നമ്മൾ നോർമലി പറയുന്ന പോലെ മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന്, എസ്പെഷ്യലി ലോക്ക്ഡൌണിന് ശേഷം എല്ലാവരും കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് വീട്ടിൽ വർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കാരണം, പിന്നെ നമ്മള് പൊതുവെ ടീനേജ് ഏജ് ഒരു 10th +2 ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടികൾ വല്ലാണ്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. ഇപ്പൊ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പിന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും, എൻട്രൻസ് എക്സാം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം രാത്രി വല്ലാതെ നമ്മൾ ഇരുന്ന് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫുഡ്, പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ അവര് വീട്ടിൽ നിന്ന് ദൂരെയായിരിക്കും നിൽക്കുക. അപ്പം ആ ഒരു എന്താ പറയാ, അവര് നിൽക്കുന്ന സ്ഥലത്ത് അവരെ ഫുഡിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ അവർക്ക് കുക്ക് ചെയ്യാൻ കിട്ടുന്ന ടൈമിങ്, പിന്നെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മള് കഴിച്ചിരുന്ന ഫുഡ് എന്നൊക്കെ മാറി നമ്മൾ വേറൊരാളെ മീൻസ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ വരുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ചിലപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിൽ അവിടെ വീട്ടുകാർ നേരത്തെ ഉറങ്ങുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് PCODക്ക് കാരണം. പിന്നെ PCODയിൽ നമുക്ക് ന്യൂട്രീഷൻ സ്ട്രാറ്റജി എന്തൊക്കെ ന്യൂട്രീഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, പ്രിസർവ് ന്യൂട്രിയൻസ് ബൈ ഈറ്റിംഗ് ഫ്രഷ്, അവോയ്ഡ് എനിത്തിങ് ഓവർ ഹീറ്റഡ്. അതിൽ വരുന്ന ഒരു കാര്യം, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്, അല്ലാതെ നിങ്ങൾ റോ ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ സാലഡ് കഴിക്കുകയാണെങ്കിൽ കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആവി കൊള്ളിച്ചിട്ട് നന്നായി കഴുകിയിട്ട് ആവി കൊള്ളിച്ചിട്ട് വേണം സാലഡിന് വേണ്ടി വെജീസ് കട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാൻ. ബിക്കോസ് റോ ആയിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ അതിലുള്ള പെസ്റ്റിസൈഡ്, അതിലുള്ള ഫെർട്ടിലൈസേഴ്സ് അതൊക്കെ നിങ്ങളെ വായിൽ പോകും. അപ്പൊ എപ്പോഴും ഏറ്റവും നല്ലത് കുക്ക് ചെയ്ത് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് സാലഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ആവി കൊള്ളിച്ചിട്ട് കഴിക്കുക. പിന്നെ കാർബ്സ് അവോയ്ഡ് ചെയ്യുക. ഞാൻ ചോറ് കഴിക്കാറില്ല, ചോറ് കഴിക്കൽ നിർത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ കാർബ്സ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി PCOD ഉള്ള ഒരാള് കാർബ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. കാർബ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റൈസ് മാത്രം കഴിച്ചാൽ പോരാ, മില്ലറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. മില്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാഗി, അതേപോലെ തന്നെ പേൾ മില്ലറ്റ്, ഫ്ലോർ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ ആ ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ആട്ടന്റെ ചപ്പാത്തി മാത്രമല്ല, രാഗിന്റെ പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. റൈസും രാഗിയും മിക്സ് ചെയ്തിട്ട് പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ മില്ലറ്റ്സ്, മെയിൻ മില്ലറ്റ് നമ്മളെ നാട്ടില് രാഗിയാണ്. അപ്പൊ രാഗി എന്തായാലും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കാർബ്സ് എന്ന് പറയുന്നത് ഇഡ്ലി, ദോശ അങ്ങനത്തെ സാധനങ്ങളാണ്. ഈ ഇഡ്ലി, ദോശ, അതുപോലെ തന്നെ തൈര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ വിറ്റാമിൻ B12 ഏറ്റവും കൂടുതൽ സഹായിക്കും. PCOD ഉണ്ടാവുന്നവർക്ക് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. പിന്നെ സിങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാ എഗ് വൈറ്റ് അല്ലെങ്കിൽ ഹോൾ എഗ് കഴിക്കുക. നാടൻ മുട്ടയാണെങ്കിൽ അത് ഹോളായിട്ട് കഴിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, നമ്മളെ ഈ ഹോർമോൺ കുത്തിവെച്ച ചിക്കൻ, അതേപോലെ അതിൽ നിന്ന് കിട്ടുന്ന മുട്ട, അത് ഒഴിവാക്കുക മാക്സിമം. കാരണം ഓൾറെഡി നമ്മളെ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെയും ഒരു ഹോർമോണലായ സാധനം കഴിക്കുമ്പോൾ അത് പിന്നെയും നമ്മളതിൽ ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പം അത് ശ്രദ്ധിക്കുക, നമ്മൾ കഴിക്കുന്നത് നാടൻ സാധനങ്ങളാണോ, ഫ്രഷ് ആണോ. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുക. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട വെറും ചിക്കനും ഫിഷും മട്ടനും ബീഫും ആണെന്ന്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആനിമൽ പ്രോട്ടീൻ ആണ്. ഇതിൽ തന്നെ മട്ടനും ബീഫിലും അത്യാവശ്യം കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഇത് കഴിക്കാതിരിക്കണം എന്നല്ല പറയുന്നത്. ഒരിക്കലും നമുക്കൊരു ഫുഡിന്റെ ടൈപ്പ് ഓഫ് ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോ ഇത് കൊളസ്ട്രോൾ ഉള്ള ഫുഡാണ്, അപ്പൊ ഞാനൊരു വീക്കിൽ ഇത് എത്ര പ്രാവശ്യം കഴിച്ചാൽ എനിക്ക് നന്നാവും, ഇത് ഞാൻ അധികം കൺസ്യൂം ചെയ്യുന്നുണ്ടോ, ഈ മട്ടനും ബീഫും ഞാൻ അധികം കഴിക്കുന്നുണ്ടോ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കണം. അവിടെയാണ് നമ്മൾ കൺട്രോൾ കൊണ്ടുവരാ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് നമ്മളെ ഡയറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല.
പിന്നെ വരുന്നത് നമ്മളെ ചിക്കനും എഗ്സും ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നാടൻ ചിക്കനാണ് അല്ലെങ്കിൽ എഗ് ആണെങ്കിൽ നാടൻ എഗ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ പ്ലാന്റ് പ്രോട്ടീനിൽ നമുക്ക് ചെറുപയറ്, കടല, പരിപ്പ്, എത്ര ടൈപ്പ് ഓഫ് പരിപ്പ്, 3-4 തരം പരിപ്പുകളുണ്ട്. അപ്പൊ എല്ലാ അങ്ങനത്തെ ബീൻസ്, എല്ലാ അങ്ങനത്തെ എന്താ പറയാ കംപ്ലീറ്റ് പ്രോട്ടീൻ തരുന്ന വെജീസും അതേപോലെ തന്നെ പൾസസ് ആണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം അതുപോലെ തന്നെ പൾസസ് ഡൈവേഴ്സ് ആയിരിക്കണം. ചെറുപയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറുപയർ മാത്രം കഴിക്കാൻ പറ്റില്ല, കടല കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാത്രം കഴിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു 3 ടൈപ്പ് പൾസ് എങ്കിലും ഒരു വീക്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാവണം. പൾസസ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ടിട്ട് അത് സ്പ്രൗട്ട് ചെയ്ത് അത് മുളപ്പിച്ചിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ന്യൂട്രിയൻസ് അത് കാരണം കൂടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സോക്ക് ചെയ്തിട്ട് അതായത് പൊതിർത്തിയിട്ട് അതിന്റെ വെള്ളം കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. അല്ലെങ്കിൽ എഗെയിൻ ഇത് പ്രശ്നം ഉണ്ടാക്കുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡീന്റെ സിങ്ക് അബ്സോർപ്ഷനിലാണ്. അപ്പോൾ സിങ്ക് അബ്സോർപ്ഷൻ വളരെ വീക്ക് ആയിരിക്കും PCOD ഉള്ള ആൾക്കാർക്ക്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊരു സാധനം പുറത്തുനിന്ന് വാങ്ങുമ്പോഴും, ഫ്രൂട്ട് ആയിക്കോട്ടെ, ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ പൊതുവെ ഇപ്പൊ ഞാൻ പറയാം മാംഗോ ആണ് ഞാൻ കാര്യമായിട്ട് പറയാം. പിന്നെ ആൽമണ്ട്സും പറയാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന്റെ ആന്റി ന്യൂട്രിയൻസ് കളഞ്ഞിട്ട് വേണം അത് മുറിച്ച് കഴിക്കാൻ. അതുപോലെ തന്നെ ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട്സിന്റെ തോലുമല്ല നമുക്ക് എപ്പോഴും എന്തുണ്ടാകും, ആന്റി ന്യൂട്രിയൻസ് ഉണ്ടാവും. ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് അതിൽ കൂടുതലാണ്. അപ്പൊ എന്താണ്, അത് സോക്ക് ചെയ്തിട്ട് അതിന്റെ തോല് കളഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ. അപ്പം ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ PCOD ഉള്ള ഒരാൾ ചെയ്യേണ്ടത് ഫാറ്റ് ഫ്രീ അല്ലെങ്കിൽ ലോ ഫാറ്റ് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇപ്പൊ നമുക്ക് ഫാറ്റ് ഫ്രീ തൈര് കിട്ടും, ലോ ഫാറ്റ് മിൽക്ക് കിട്ടും. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെ ബോഡിക്ക് ന്യൂട്രിയൻസ് ഇല്ല, അതിന്റെ ഡെഫിഷ്യൻസി ആണ് ഉള്ളത്. അപ്പം അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഫാറ്റ് മാത്രമായിട്ട് ഒരു സാധനത്ത് നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. ഫാറ്റ് കളയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ന്യൂട്രിയൻസും പോയിണ്ടാവും. പിന്നെ നമ്മൾ കുടിക്കുന്നത് ചിലപ്പം വെറും ചണ്ടിയായിരിക്കും. അപ്പൊ നമ്മൾക്കത് മനസ്സിലാവായിട്ടാണ്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ലോ ഫാറ്റ് സാധനം വാങ്ങി കുറെ കഴിക്കുന്നതിലും നല്ലത് ഫുൾ ഫാറ്റ് സാധനം വാങ്ങി വേണ്ടത്ര മാത്രം കഴിക്കുക, അവിടെ വെച്ച് നിർത്തുക. എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐ എം കമ്മിങ് ത്രൂ ദാറ്റ്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു എന്താ പറയാ ഡേഞ്ചർ സോൺ, ഞാൻ ഒരിക്കലും ഒരു സാധനം അവോയ്ഡ് ചെയ്യണമെന്ന് പറയാറില്ല, പക്ഷെ ഒരു ഡേഞ്ചർ സോണിലുള്ള 3 സാധനങ്ങളുണ്ട്. അതിലൊന്ന് നമ്മളെ കോഫി, പിന്നെ കഫീന് നമ്മളെ ടീയിൽ എത്ര കഫീൻ ഇല്ല, അപ്പൊ ടീ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കോഫി കൺസംഷൻ കുറയ്ക്കാം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, 7up, പിന്നെ ചോക്ലേറ്റ്സ്, ഇത് 3ആണ് PCOD ഉള്ള ഒരാൾ അവോയ്ഡ് ചെയ്യേണ്ടത്. പിന്നെ മൈക്രോ മിനറൽസ് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ആവശ്യത്തിന് ചെറിയ ചെറിയ മിനറൽസ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ ഇപ്പൊ നന്നായി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ് വെച്ച് സപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ തുറക്കുന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ബാക്ക് ടു ജിമ്മിലേക്ക് വരുന്നുള്ളൂ. നമ്മളിപ്പോ ഈ ട്രെയിനിങ് വീട്ടിൽ തന്നെ ആണെങ്കിൽ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ട്രെയിനിങ് അത്രയും ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ആ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെർമെന്റഡ് ഫുഡ്, ഇഡ്ലി, ദോശ, അപ്പം. പിന്നെ കാൽഷ്യത്തിന് മിൽക്ക് നല്ലൊരു സോഴ്സ് ഓഫ് കാൽഷ്യം ആണ്. പിന്നെ കാൽഷ്യമിന്റെ ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കാതെ കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ എക്സസൈസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. എങ്ങനെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയും. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ എല്ലാവർക്കും ഒരു ഇതുണ്ട്, നമ്മളെ ബോഡി ഒരിക്കലും, ഒരു പെണ്ണിന്റെ ബോഡി ഒരിക്കലും മസ്കുലാർ ആവാൻ പോകുന്നില്ല അൺലെസ് ആൻഡ് അണ്ടിൽ സ്റ്റീറോയിഡ്സ് പോലത്തെ സപ്ലിമെന്റ് എടുക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ചോണ്ടൊന്നും ഒരു പെണ്ണിന്റെ ബോഡി ഒരിക്കലും മസ്കുലാർ ആവില്ല. അത് പെണ്ണിന്റെ ബോഡി അതുപോലെ തന്നെ ഉണ്ടാവും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ട് പെണ്ണിന്റെ ബോഡി മസ്കുലർ ആവില്ല.
ഏറ്റവും കൂടുതൽ ആണുങ്ങളെക്കാളും സ്ട്രെങ്ത് ട്രെയിനിങ് കൂടുതൽ ആവശ്യം പെണ്ണുങ്ങൾക്കാണ്. കാരണം യൂട്രസ് എപ്പോഴും നമ്മളത് ഹെൽത്തി ആയിരിക്കണം. യൂട്രസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് ലോവർ ബോഡി എക്സസൈസ് മാത്രം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മളത് ലോവർ അപ്പർ ആ സ്ട്രെങ്ത് എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കണം നമ്മളെ ബോഡിയിൽ. പിന്നെ കാർഡിയോ ചെയ്യുമ്പോൾ പൊതുവെ കാർഡിയോ ഒരു ബോറിംഗ് ആയ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്. കാർഡിയോ കുറച്ച് ബോറിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ അത്ര സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് അല്ല എന്നല്ല, ഒരേ കാര്യം ചെയ്യല്ലേ 1 മണിക്കൂറോളം. അപ്പൊ അതിന്റെ അത് ചെറിയൊരു ബോറടിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം കാർഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ലേണിംഗ് എ ന്യൂ സ്കിൽ എന്നുള്ളതാണ്. ഇപ്പൊ സൈക്കിൾ ചെയ്യുകയാണെങ്കിൽ ജിമ്മിൽ സൈക്കിൾ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് പുറത്തു പോയിട്ട് നന്നായി സൈക്കിൾ ചെയ്ത് വരാം. അതേപോലെ തന്നെ അത് 2 രീതിയിലും ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സമയമുള്ളപ്പം പുറത്തു പോയി ഓടും, ഇനി സമയമില്ലാത്തപ്പോ ജിമ്മിൽ പോയി ഓടും. അത് ഏതാണ് നമ്മളെ കൺവീനിയൻസ് അതിനനുസരിച്ച് അത് ചൂസ് മാറ്റിക്കൊണ്ടിരിക്കാം. പക്ഷെ കാർഡിയോ ചെയ്യണം. പിന്നെ ഒരു ലേണിംഗ് എ ന്യൂ സ്കിൽ എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ ബോക്സിങ്, കിക്ക് ബോക്സിങ്, അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ സ്ലീപ്പ് സ്ട്രാറ്റജി. അപ്പം സ്ലീപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിരിക്കരുത്. അപ്പൊ ഇന്ന് എപ്പോഴും നമ്മൾ എല്ലാവരും പറയാ 7 മണിക്കൂർ 8 മണിക്കൂർ കറക്റ്റ് ഉറങ്ങുന്നുണ്ടോ നോക്കണം എന്നാണ് പറയാ. പക്ഷെ അത് മാത്രം പോരാ. നിങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങുന്നത്, ഏത് സമയത്താണ് എണീക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു അലാറം വെച്ചിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഉറക്കം ഫുള്ളാവാതെ നിങ്ങൾ എണീക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒരു മണിക്കൂർ മുന്നേ എങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നെങ്കിൽ ആ ഫോൺ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും വായിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ ബ്രെയിനിന്റെ അകത്തുള്ള ടാബ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് ഫോക്കസ് ചെയ്തൊന്ന് വൈൻഡ് ഡൗൺ ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം ഒരു 10 to 5 അല്ലെങ്കിൽ 10 to 6 അല്ലെങ്കിൽ മാക്സിമം 11 to 6 ഈ ടൈമുകളാണ് എന്ത് ഏറ്റവും ബെസ്റ്റ് സ്ലീപ്പ്. നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം ഉള്ള ബെസ്റ്റ് സ്ലീപ്പിംഗ് ടൈം അതാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനത്തെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യം ഡിഫറെന്റ് ആണ്. അപ്പം അതൊരു നമ്മളെ ന്യൂട്രീഷനിസ്റ്റിനായിട്ട് കൺസൾട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ടൈം അവർക്ക് ഉറങ്ങാൻ ഏതാണോ ബെസ്റ്റ് ടൈം അത് പ്രകാരം അവർ ഉറങ്ങണം. ബട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാളെപ്പോഴും കറക്റ്റ് രാത്രി ഉറങ്ങിയിരിക്കണം ഈ ഒരു PCOD നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്നെങ്കിൽ. പിന്നെ റിലേഷൻഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കട്ട് ഔട്ട് ടോക്സിക് റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പ് അപ്പൊ നമ്മളെ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെങ്കിലും നമുക്ക് വല്ലാതെ പ്രഷർ തരുന്നുണ്ട്, വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നുണ്ട് നമ്മൾ അവര് കാരണം ലൈഫിലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവരായിട്ട് അതൊരു നല്ല രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ നമ്മൾ വിട്ടു പോകേണ്ടി വരും. ഇത് ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, PCOD ഉള്ള ഒരാള് ഓൾറെഡി അവരെ ബോഡി സ്ട്രെസ്ഡ് ആണ്. അപ്പൊ ഇനിയും അവർക്ക് എക്സ്ട്രാ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതും കൂടിയും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സസൈസ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ എക്സസൈസ് സ്ട്രാറ്റജീസിൽ എനിക്ക് പറയാനുള്ളത്, എക്സസൈസ് ഒരു 60 മിനിറ്റേ പാടുള്ളൂ ഒരു ദിവസത്തിൽ. അത് നിങ്ങളെ എക്സസൈസ് ആണ്. പിന്നെ നിങ്ങൾ വാക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു എക്സസൈസ് അല്ല, അതൊരു ആക്ടിവിറ്റിയാണ്. അതായത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ ATP പ്രോഗ്രാമിൽ പറയും ഇത്ര സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങളെ എക്സസൈസ് അല്ല. നിങ്ങളെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന രാവിലെ എണീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈകുന്നേരം എണീറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് ആണ് നിങ്ങളെ എക്സസൈസ്. അതിനൊരു പെർട്ടിക്കുലർ വാമപ്പ് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ വാം ഡൗൺ ഉണ്ടാവും, അതിന്റെ ഇടയിലായിരിക്കും എക്സസൈസ്. ഇതെല്ലാം നിങ്ങൾക്ക് 60 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്തു തീർക്കാനും പറ്റും. പിന്നെ ചില സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് 60 മിനിറ്റിൽ കൂടുതൽ എടുത്തേക്കാം. അതൊന്നും പ്രശ്നമാക്കണ്ട. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ നമ്മൾ ഓവർ വർക്ക്ഔട്ട് ചെയ്യരുത്. 3 മണിക്കൂർ ഒന്നും അല്ലെങ്കിൽ 2 മണിക്കൂറൊന്നും എടുക്കരുത്. അപ്പൊ 1 മണിക്കൂർ ഒരു 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തു എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിന്ന് വെച്ച് വലിയ പ്രശ്നമില്ല. ബട്ട് ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ വാക്കിംഗ് ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ബോഡി മൂവ്മെന്റ് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക്
എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പോ ഓക്കെ നല്ല ബോഡി ഫാറ്റ് ഉണ്ട്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറയും അവരോട്. കാരണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മെല്ലെ എക്സസൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ ഒരിക്കലും വിചാരിക്കരുതോ എക്സസൈസ് ആക്ടിവിറ്റി അല്ലേ, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനല്ല, ഓരോരുത്തരും ഈ ഒരു കാര്യത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എവിടുന്നാണോ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ ഫോക്കസ് വെക്കുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ബോഡിയും യുണീക്കാണ്. നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഹൗ ക്യാൻ ഐ ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ, അങ്ങനെ ചിന്തിച്ചാൽ മതി എല്ലാവരും. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലെ മസിൽ മാസ് കൂട്ടാന്നുള്ള. മസിൽ മാസ് കൂട്ടുന്നതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മസ്കുലാർ ലുക്ക് കൂട്ടാനില്ല, മസിൽ മാസ് കൂട്ടിയാലാണ് നിങ്ങളെ ബോഡിക്ക് ടോൺ ആവുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയില്ലേ ബോഡി ഒന്ന് ഒതുങ്ങി, ഒന്ന് തടിയൊക്കെ കുറഞ്ഞൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഒതുക്കം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ, ഈ മസിൽ മാസ് കൂട്ടുക എന്ന് പറയാം. ഇനി ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ ഒരു വേറെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ബേൺ ഉണ്ടാവില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് 48 മണിക്കൂർ നമ്മളെ ബോഡി ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് അല്ലെങ്കിൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഈ ബാഡ് കൊളസ്ട്രോൾ നമ്മൾ അതിനെ കൂടെ പറയും. ആ ബാഡ് കൊളസ്ട്രോൾ കുറച്ചിട്ട് അത് ഗുഡ് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യും, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് നിന്ന് കിട്ടുക. അവിടെയാണ് നമ്മളെ ബോഡി ഫാറ്റ് കമ്പോസിഷൻ ചേഞ്ച് ആയി തുടങ്ങുക. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് സേഫ് ആണ്, പക്ഷെ ഓരോ ലെവലിനും അത് ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഇപ്പോ അബിൻ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഫീമെയിലാണ്, അബി മെയിലാണ്. എന്റെയും അബിന്റെയും ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനെ മാനിച്ചിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. അപ്പം ഒരിക്കലും ഞാൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ അബിൻ ചെയ്യില്ല, അബിൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യില്ല. നമുക്കൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഒരിക്കലും ഈഗോ ലിഫ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ലെവലിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം അവര് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ. ചിലവർക്ക് 3 കിലോ ആയിരിക്കും പൊക്കാൻ പറ്റുക, അവർ 3 കിലോ വെക്കണം. ചിലവർക്ക് 1 കിലോ ആയിരിക്കും പൊക്കാൻ പറ്റുക, അപ്പൊ അവരത് ചെയ്യണം. പിന്നെ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫാറ്റ് ബേൺ. അപ്പോൾ നമ്മൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്കൊരു മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവും. നമ്മളെ ബോഡി ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ചെയ്യും. ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി അതായത് ഈ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മസിൽ പെയിൻ ഉണ്ടാവുക. അപ്പം അത് യൂസപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് കാർഡിയോ. അപ്പൊ എപ്പോഴും എങ്ങനെ ആയിരിക്കണം, കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ്, അങ്ങനെ ഒരു 3 പ്രാവശ്യം കഴിഞ്ഞ ശേഷം റെസ്റ്റ് ഡേ. അങ്ങനെ ആയിരിക്കണം നമ്മളെ എക്സസൈസ്. ഒരു എക്സസൈസ്, ഒരു വീക്ക്, 1 വീക്ക് ഓഫ് എക്സസൈസ്. പിന്നെ കാർഡിയോ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ സ്കില്ല്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യോഗ, എനിക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് സ്കിപ്പിംഗ് ചെയ്യാനാണ് ഇഷ്ടം, അപ്പം അത് അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1 kg ഡമ്പൽ വെച്ചാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 1 kg ഡമ്പലിന്റെ വെയിറ്റ് പിന്നെ ഫീൽ ചെയ്യൂല. അപ്പൊ നമ്മൾ മെല്ലെ എന്ത് ചെയ്യും, 2.5 kg അല്ലെങ്കിൽ ഒരു 5 kg, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൂട്ടിക്കൊണ്ടുവരും. അവിടെയാണ് നമ്മളെ ഫിറ്റ്നസിന്റെ ജേർണി ഏറ്റവും കൂടുതൽ, അതായത് അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പൊ നമ്മൾ അതൊന്നും മാനിക്കാതെ നമ്മളിങ്ങനെ ഇതന്നെ മതി, ഈ വെയിറ്റ് തന്നെ മതി, അപ്പൊ നമ്മളെ ബോഡി ഫാറ്റ് പിന്നെയും കൂടും. കാരണം നമ്മളെ ബോഡി ഒരു സാധനത്തിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ലെവൽ കൂട്ടി കൊടുക്കണം. ആ ലെവൽ കൂട്ടാൻ നമുക്ക് പറ്റുന്നില്ലേ, അപ്പൊ നമ്മളെ ബോഡി ഒരു പ്ലാറ്റ്യൂലേക്ക് എത്തും. ആ പ്ലാറ്റ്യൂല് നമ്മളെ ബോഡീനെ എത്തിക്കരുത്. പിന്നെ 4 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കാർഡിയോ ആയിക്കോട്ടെ, സ്ട്രെങ്ത് ട്രെയിനിങ് ആയിക്കോട്ടെ, നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത് റീഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് എക്സസൈസിന്റെ സമയത്ത്. നന്നായി വെള്ളം കുടിക്കുക, റീപ്ലെനിഷ്, ഹെൽത്തി ഫുഡ്, റെസ്റ്റ്, ഗുഡ് സ്ലീപ്പ്, റിക്കവർ. ഇത് 3 കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഒരു എക്സസൈസ് സെഷന് റിക്കവർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് സെഷൻ ചെയ്യാൻ പറ്റുക. പിന്നെ PCODക്ക് ഇൻക്രീസ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ ഡേ. ഇപ്പോ നമ്മള് കുറെ നേരത്തേക്ക് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എണീച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഇരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 സ്ട്രെച്ച് എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം ഒരു 2-3 സ്ട്രെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെയാണ്
ഞാൻ ഇരിക്കുമ്പോൾ എവിടെയൊക്കെയാണ് എനിക്ക് കൂടുതൽ എൻ്റെ ബോഡിക്ക് ഇമ്പാക്ട് വരുന്നത്, അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വീണ്ടും ഇരിക്കുക, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട്. അപ്പം ദാറ്റ് ഈസ് ഹൗ യു ഇൻക്രീസ് ദ ആക്ടിവിറ്റി. പിന്നെ ലിഫ്റ്റിൽ പോകാതെ എപ്പോഴും സ്റ്റെയേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നിട്ടോ പോകാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ BMI വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. അപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ സിയും ഫാനും വെച്ചിട്ടുള്ളത് എന്തിനാണ്? നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വെറ്റ് ചെയ്ത് നമ്മൾ ടയേർഡായി പോകരുത്. ബോഡി ആ ഒരു ടയേർഡ് പൊസിഷനിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് അങ്ങനെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി സ്വെറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അതൊരിക്കലും നമ്മൾ കൂടുതൽ വേർത്താൽ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ നിങ്ങൾ കാർഡിയോ ചെയ്യാൻ പാടില്ല. ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാർഡിയോയും രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എപ്പോഴും. ഇതിന് ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ വാമപ്പ് ഡിഫറെന്റ് ആയിരിക്കും, വാം ഡൗൺ ഡിഫറെന്റ് ആയിരിക്കും. കാർഡിയോന്റെ വാമപ്പ് ഡിഫറെന്റ് ആയിരിക്കും, വാം ഡൗൺ ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഈ വാമപ്പും വാം ഡൗണും സെയിം ആണെങ്കിൽ തന്നെ നിങ്ങളെ എക്സസൈസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? മിക്സപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. പിന്നെ BMI മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് അല്ല. കാരണം ഇപ്പം നല്ല മസിൽ മാസ് ഉള്ള ഒരാൾക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും, പക്ഷെ അയാൾ കാണാൻ നല്ല മെലിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ബോഡി വോളിയം എന്ന് പറയും. അപ്പൊ നമ്മളെ ബോഡി വോളിയത്തിനനുസരിച്ചാണ് നമ്മൾ ഹെൽത്തി ആണോ അല്ലേ നമുക്ക് പറയാൻ പറ്റുക. അതായത് ചില ആൾക്കാരെ നമ്മൾ കണ്ടാൽ പറയില്ലേ, നല്ല തടിച്ചിട്ടാണ് പക്ഷെ നല്ല ഷേപ്പ് ഉണ്ട് ബോഡിക്ക്, അയാൾ ഹെൽത്തിയാണ്, അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പം അയാൾ ഹെൽത്തിയാണ്, അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ പറയാം മെറ്റബോളിക്കലി ഹെൽത്തി ഒബീസ് എന്നാണ് പറയാം. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ BMI ചിലപ്പം അധികമായിരിക്കും. ഈ ഞാൻ പറഞ്ഞ മെലിഞ്ഞ ആളെ കാര്യം, വെയിറ്റ് കൂടിയ മെലിഞ്ഞ ആളെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ BMI ചിലപ്പോൾ അധികമായിരിക്കും, പക്ഷെ ഇവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഇവർക്ക് അത് കാരണം ഒരു ഡിസീസോ ഒരു പ്രശ്നമോ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെ കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളെ BMI മെഷർമെന്റ് കൊണ്ടോ നമ്മളത് വിചാരിക്കരുത് എന്ത് അയാൾ ഇന്ന കാറ്റഗറി പെട്ട ആളാണ്. കാരണം ആ മെഷർമെന്റ് ഒരിക്കലും കറക്റ്റ് അല്ല. പിന്നെ ബോഡി പ്രൊപ്പോർഷൻ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെയ്വലിന്റെ അവിടുത്തെ മെഷർമെന്റ് ഡിവൈഡഡ് ബൈ നമ്മളെ ഹിപ്പിന്റെ അവിടുത്തെ മെഷർമെന്റ്. അപ്പൊ ഇത് നമുക്ക് ഫീമെയിൽസിനാണെങ്കിൽ ലെസ് ദാൻ 0.75 അല്ലെങ്കിൽ 0.75 to 0.79 ഇടയിലാണെങ്കിൽ ഓക്കെ നമ്മളൊരു ഹെൽത്തി വുമൺ ആണെന്ന് പറയാം. അതായത് ചില ആൾക്കാർക്ക് ബോഡി വിഡ്ത്ത് കൂടുതലായിരിക്കും. ഇപ്പൊ ഷോൾഡർ വിഡ്ത്ത് അയാൾക്ക് കൂടുതലാണെങ്കിൽ അയാൾ കാണാൻ വലിയ മനുഷ്യനായിരിക്കും, പക്ഷെ അയാൾ തടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡിയാണ്. അതല്ലാതെ അയാൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല അയാൾ അങ്ങനെ വലിയ മനുഷ്യന്മാരെന്ന് നമ്മൾ പറയും. ചെറിയ മനുഷ്യന്മാരുണ്ടാവും, അപ്പൊ അധികം നീളമില്ലാത്ത ഒരാളായിരിക്കും, അപ്പൊ നമുക്ക് കണ്ടാൽ തോന്നും ഭയങ്കര തടിയുള്ള ആളാണ്, പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെഡിയാണോ, നമ്മളെ ആക്ഷൻസ് കറക്റ്റ് ആണോ നോക്കിയാൽ മതി. ബാക്കി ബോഡി ഷേപ്പ് താനെ റെഡി ആയിക്കോളും നമ്മളെ രീതിയിൽ. ഓരോരുത്തർക്കും ഇപ്പൊ എന്റെ ബോഡി റെഡി ആവുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ബോഡി ശരിയാവുക. ഏറ്റവും ഹെൽത്തിയസ്റ്റ് വേ എന്താണ്? നമ്മളെ ബോഡി നാച്ചുറലി ആ ഒരു ഷേപ്പിലേക്ക് അഡാപ്റ്റ് ചെയ്യും. അത് ഏത് ഷേപ്പാണ് അത് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ ഒരു ഹെൽത്തി ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു 25% ബോഡി ഫാറ്റും ആണുങ്ങൾക്ക് ഒരു 20% ബോഡി ഫാറ്റും ആണ്. പിന്നെ ഈ ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒരു മെഷീനും നമുക്ക് തരാൻ പറ്റില്ല. ഇത് നമ്മളെ ഈ ജിമ്മിൽ കാണുന്ന ഈ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻസൈറ്റ് ആണ്, നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്, അല്ലാതെ അതൊരു കറക്റ്റ് അക്യുറേറ്റ് മെഷർമെന്റ് അല്ല. അതുകൊണ്ട് മെഷർമെന്റ് എന്താണെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ജേർണി ഉണ്ട്, വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്. അവിടെ നിർത്തിയാൽ മതി കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫിറ്റ് ആണോ അല്ലെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര നേരം ഒരു കറക്റ്റ് പ്ലാങ്ക്, ഗുഡ് ഫോമിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് പ്ലാങ്ക് എത്ര നേരം ചെയ്യാൻ പറ്റും.
പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു വാൾ സിറ്റ്, അതായത് വാളിൽ നിന്നിട്ടുള്ള സ്ക്വാട്ട് എത്ര നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാൽമലേക്ക് എന്താ പറയാ, കാലിന്റെ ഫിംഗറിലേക്ക് തൊടാൻ പറ്റുമോ ഇല്ലേ, ഇനി തൊടാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതൊക്കെയാണ് നിങ്ങളെ ഫിറ്റ്നസിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നിൽ ഇത് മൊത്തം ചെയ്ത് നോക്കുക. ഒരു 2 മാസം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ചെയ്ത് നോക്കുക. ഞാൻ 100% ഉറപ്പ് തരാം, നിങ്ങൾ ഈ 3 കാര്യത്തിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യും എന്തായാലും. ഇതാണ് നിങ്ങൾ ആക്ച്വൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ഹൗ ലൈറ്റ് യു ഫീൽ ഓൺ യുവർ ഫീറ്റ്, അതായത് നമ്മളെ ബോഡി ഫാറ്റ് കുറയുമ്പോൾ നമ്മളെ എന്താ പറയാ കാലില് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഫോഴ്സ് കുറയും, നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഒന്ന് കണ്ണാടി നോക്കുക, നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കുക. പിന്നെ എന്താ, എനർജി ലെവൽ ഉണ്ടോ, അതായത് എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ടും എത്ര ഇതായിട്ടും ഈ ഡാർക്ക് സർക്കിൾസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല, അതാണെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അവിടെയാണ് പ്രശ്നം വരിക. എന്ത്, നമ്മളെ ന്യൂട്രീഷൻ സ്ട്രാറ്റജി ഒന്നും കറക്റ്റ് അല്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മൂഡ് സ്വിങ്സ്, നല്ല വർക്ക്ഔട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു ടെമ്പർ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫിറ്റ് ആണോ അല്ലേ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. ഇനി ഗുഡ് ഹെയർ, ഗുഡ് സ്കിൻ, ഗുഡ് ഗ്ലോയിങ് കോംപ്ലക്ഷൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോവാ. പിന്നെ ആന്റി ഏജിങ്, എപ്പോഴും എക്സസൈസ് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറയും, കണ്ടാ പറയില്ല കേട്ടോ 25 അതന്നെ. അതാണ് ഒരു റിയൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്താണ് നമ്മളെ ബോഡി ഫാറ്റിന്റെ കമ്പോസിഷൻ, അതല്ല. അത് നമ്മൾ ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ, അവിടെയാണ് ഇതൊരു ലോങ് ജേർണിയാണ്. PCOS എന്ന് പറയുന്നത് നമുക്ക് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് കാലമായിട്ടുള്ളതാണ്. അപ്പൊ ഇറ്റ് ഇസ് എ ലോങ് ജേർണി. ആ ലോങ് ജേർണിയിൽ വിശ്വസിച്ചുകൊണ്ട് പോവാം. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ട്രഡീഷണൽ ഡയറ്റ്, അതേപോലെ തന്നെ കിച്ചൺ മോഡിഫിക്കേഷൻ, എന്തൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം ഒരു ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സീസണൽ ഫ്രൂട്ട് എന്താ നിങ്ങൾക്ക് ഇഷ്ടം, അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താ മാർക്കറ്റിൽ ഇപ്പം സീസണലി ഉള്ള ഫ്രൂട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് വെച്ചിട്ട്. പിന്നെ സോക്ഡ് ആൽമണ്ട്സ് പൊതുവെ ഞാൻ PCOS ഉള്ളവർക്ക് പറയുന്നതാണ്. സോക്ഡ് റേസിൻസ്, ഈ സോക്ഡ് റേസിൻസ് ആൻഡ് കേസർ, ഇത് ഞാൻ പറയാറ് 10 days ബിഫോർ പീരിയഡ് ആൻഡ് ഡ്യൂറിങ് പീരിയഡ്സ്. സോക്ഡ് ആൽമണ്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് ഇതല്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നോ ടീ ഓർ കോഫി ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അലോങ് വിത്ത് എ മീൽ ഓർ ആസ് എ റീപ്ലേസ്മെന്റ് ഫോർ മീൽ. അപ്പൊ ഒരു മീലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുടിക്കാൻ പാടില്ല. രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് പറ്റില്ല, ഒരു മീല് കഴിക്കുന്നതിന്റെ ഇടയിലും പറ്റില്ല. ഒരു മീല് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇരുന്ന് ചായ കുടിക്കാം. അത് 4 മണിക്ക് ശേഷം പാടില്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയങ്ങളിലും പാടില്ല. 4 മണിക്ക് ശേഷമാണെങ്കിൽ അത് നമ്മൾ സ്ലീപ്പിൽ ഇന്റർഫിയർ ചെയ്യും, ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവില്ല. പിന്നെ ഗീ എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് ബേണർ ആണ്. ഗീ എന്ന് പറഞ്ഞാൽ നമ്മളെ അമൂലിന്റെ മിൽമന്റെയും ഗീ അല്ല, നമ്മള് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ആരെങ്കിലും അടുത്ത വീട്ടിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കുക. നല്ല നെയ്യ് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നാട്ടില് ഇപ്പൊ കേരളത്തിലെ ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ട്രഡീഷണൽ കോക്കനട്ട് ഓയിൽ, ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനിയല്ല നിങ്ങള് പുറത്തുനിന്ന് വാങ്ങുന്ന ആൾക്കാരാണ്, ഓയിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഫിൽറ്റേർഡ് അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് ഓയിൽസ് വാങ്ങാം. അത് കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, ഒലീവ് ഓയിൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഓയിൽ ആയിക്കോട്ടെ. റിഫൈൻഡ് ഓയിൽസ്, അതേപോലെ തന്നെ ചീപ്പായിട്ട് കുറെ കിട്ടുന്ന ഓയിൽസുകൾ ഉണ്ടല്ലോ, ആ ഓയിൽസുകൾ ഒഴിവാക്കാം. പിന്നെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഗാഡ്ജറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ എത്ര കഴിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഫീലിങ്ങേ വരൂല, നമ്മളങ്ങ് കുറെ തിന്നു. അപ്പൊ നമ്മൾ TV കണ്ട് ഭക്ഷണം കഴിക്കില്ലേ, അതേപോലെ തന്നെ ആയിപ്പോ. അപ്പൊ എപ്പോഴും നമ്മൾ ഫുഡിന് ഒരു അറ്റൻഷൻ കൊടുത്ത് മെല്ലെ ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കാം. പിന്നെ മെന്റൽ മീൽ മാപ്പ് യൂസ് ചെയ്യാം. മെന്റൽ മീൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കാം, ഇപ്പൊ എനിക്കൊരു 4 ഇഡ്ഡലി തിന്നാനുള്ള വിശപ്പുണ്ട്, അപ്പൊ ഒരു 2 ഇഡ്ഡലി സെർവ് ചെയ്യാം, എന്നിട്ട് അതിന് ഇത്തിരി ചട്ടിനിയൊക്കെ ഒഴിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് മെല്ലെ കഴിക്കുക. അതിന് ശേഷം ഇനിയിപ്പോ വിശക്കുന്നില്ലേ,
ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, വിശക്കണുണ്ടോ, എന്നാ പിന്നെ ഒരു ഇഡ്ഡലിയും കൂടി കഴിച്ചേക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 4 ഉള്ളത് ആലോചിച്ചിട്ട് നമ്മൾ 3 എത്തി. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കുറയ്ക്കേണ്ടത്. അല്ലാതെ ഒരു ഫുഡ് കുറച്ച് കഴിഞ്ഞ് അല്ലോ വിശക്കുണ്ട് ഇനി എപ്പോഴാ അടുത്തത് തിന്നാനാവാന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. എപ്പോഴും ആലോചിക്കേണ്ടത് 2/3 ഓഫ് യുവർ സ്റ്റൊമക് ഷുഡ് ബി ഫുൾ. 2/3. ഒരു 1/3 എന്ന് പറയുന്നത് വെള്ളത്തിനും പിന്നെ എന്തിനും ഒന്ന് ശ്വാസം വലിക്കാനുള്ള സ്ഥലം വിടുക. പിന്നെ നമ്മൾ ഫുഡ് പ്രൊപ്പോർഷൻ എപ്പോഴും 50% കാർബ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈസ്, മില്ലറ്റ്, റാഗി, മെയിൻ മില്ലറ്റ് റാഗി, അതേപോലെ തന്നെ കുറെ ജോവാറ്, പേൾ മില്ലറ്റ്, അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. അതിലൊക്കെ വേണമെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇഡ്ലി, ദോശ, പുട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ റവ ഞാൻ മറന്നു, ഏതാണ് റവയും അതിൽ തന്നെ പെട്ട ഒരു സാധനമാണ്. 35% പ്രോട്ടീൻ, ആനിമൽ പ്രോട്ടീൻ ഓർ പ്ലാന്റ് പ്രോട്ടീൻ, 15% ഫാറ്റ് ആൻഡ് വെജീസ്. ഫാറ്റ് ആൻഡ് വെജീസ് എന്ന് പറയുന്നത് ഇപ്പം ഫാറ്റ് ആയിട്ട് വരിക നമ്മളെ കേർഡ് ഗുഡ് ഫാറ്റ് ആണ്. കേർഡ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, മോര്. പിന്നെ അതുപോലെ തന്നെ വെജീസ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പേരിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലാഡ് തിന്നാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കഴിക്കാം, ബട്ട് അതെപ്പോഴും ഒന്ന് ആവി കൊള്ളിച്ചിട്ട് കഴിക്കാം. എന്ത് വെജിറ്റബിൾ ആണെങ്കിലും റോ ആയിട്ട് അത് കഴിക്കരുത്. പിന്നെ വൈകുന്നേരം നമുക്ക് വിശക്കുന്ന ഒരു സമയമുണ്ടല്ലോ. വൈകുന്നേരം ചിലപ്പോൾ നമ്മള് വിശക്കുമ്പോഴാണ് നമ്മൾ വേണ്ടാത്തതൊക്കെ വാരി വലിച്ച് തിന്നുക. അപ്പൊ ഈവനിങ് സ്നാക്ക് എപ്പോഴും ഹോൾസം സ്നാക്കായി കഴിക്കുക. ഭയങ്കര വിശപ്പുള്ള ദിവസമാണ് ലഞ്ച് വളരെ ലേറ്റ് ആയിട്ടല്ല ലൈറ്റ് ആയിട്ട് ലഞ്ച് കഴിച്ച ഒരാളാണെങ്കിൽ ഒരു വീറ്റ് ബ്രെഡും ഒരു ഓംലെറ്റ് ഒക്കെ ചിലപ്പോൾ ഹെവി ആവും, കാരണം രാത്രി നമ്മൾ നന്നായിട്ട് കഴിക്കും. അപ്പം എന്താണ് നമുക്ക് ലൈറ്റ് ആയിട്ട് എന്നാ ഹോൾസം ആയിട്ട് കഴിക്കാൻ പറ്റുക അത് കഴിക്കുക. അപ്പം ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യാറ് PCOD ഉള്ളവര് പീനട്സ് കഴിക്കുക, പിന്നെ അല്ലെങ്കിൽ ഒരു ബനാന കഴിക്കുക. പീരിയഡ്സ് ഉള്ള സമയത്താണെങ്കിൽ ഒരു ബനാന കഴിക്കുക. പിന്നെ നട്ട്സിന്റെ ഒരു അസോർട്ട്മെന്റ്, ഒരു മിക്സഡ് നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കഴിക്കുക. പിന്നെ സാൻഡ്വിച്ച് അത്രയും നന്നായി വിശക്കുന്നുണ്ടെങ്കിൽ ഒരു വീറ്റ് ബ്രെഡും ഓംലെറ്റിന്റെയും ഒരു സാൻഡ്വിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഡിന്നർ ടൈം എപ്പോഴും 6:30 to 7:30 PM ആയിരിക്കണം. ഞാൻ റൈസ് പറയാൻ കാരണം റൈസ് എപ്പോഴും ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. പിന്നെ നേരത്തെ നമ്മൾ കഴിക്കണം. പിന്നെ ഫിഷ് നല്ലൊരു ഇതാണ്. ഫിഷ് അല്ലെങ്കിൽ ദാല്, പരിപ്പ് നല്ല ഒരു പൾസാണ് രാത്രി കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഫിഷും നല്ലൊരു മീൻ കറി വെച്ചത്, പൊരിച്ചതല്ല കറി വെച്ചത്. അത് വെച്ച് നിങ്ങൾ പൊരിച്ചത് കഴിക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾ പൊരിച്ചത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉച്ചക്കേക്ക് വെക്കുക. അത് അത്ര ഹെവി ആയിട്ടുള്ള സാധനം രാത്രി കഴിക്കാതിരിക്കുക. പൊതുവെ ചിക്കന്, മുട്ട, അതുപോലെ തന്നെ ബീഫ്, മട്ടൺ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രാവിലെയോ ഉച്ചക്കോ കഴിക്കാനാ പറയാറ്. രാത്രി ഫിഷ് അല്ലെങ്കിൽ പരിപ്പാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാറ്. അതൊരു ലൈറ്റ് സ്നാക്കാണ്, ലൈറ്റ് ഡിന്നർ ആണ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പൊ സമ്മർ വരാൻ പോവാണ് ഇന്ത്യയിൽ. ഇപ്പൊ സമ്മറിൽ നിങ്ങൾ എപ്പോഴും ഷർബത്ത് അല്ലെങ്കിൽ സീസണൽ ഡ്രിങ്ക്സ്, ഇപ്പൊ മോര്, നിങ്ങൾക്ക് രാവിലത്തെ മിഡ് മീലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോര് കുടിക്കാം. അല്ലെങ്കിൽ ഷർബത്ത് എന്ന് പറയുന്നത് നമ്മളെ കസ്കസ് ഇട്ടിട്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഹിമാലയൻ പിങ്ക് സാൾട്ട്, അപ്പൊ അത് മെഗ്നീഷ്യം സാൾട്ട് ആണ്. നമ്മളെ ബോഡിയിലെ മെഗ്നീഷ്യത്തിന്റെ ഒരു അളവും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ലെമൺ വിത്ത് പിങ്ക് സാൾട്ട് ആയിട്ട് ഒരു ഷർബത്ത് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു അൻറ്റാസിഡ് ഉണ്ട്. അൻറ്റാസിഡ് കോക്കും എന്ന് പറയും. കോക്കും എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അതായത് അതിന്റെ ഹിന്ദി നെയിമാണ്. അത് ഗാർനീഷ്യ കംബോജിയ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ പേര്. അതിന്റെ മലയാളത്തിലെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് അത്ര കണ്ടിട്ടില്ല കേരളത്തില്, ബട്ട് അതൊരു നല്ല ആന്റാസിഡ് ആണ്. ബട്ട് അത് ഇന്ത്യൻ തന്നെയാണ്, അല്ലാതെ ഇതല്ല, ഫോറിൻ അല്ല. പിന്നെ ബട്ടർ മിൽക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച മോര് അല്ലെങ്കിൽ തൈരാണ്. അത് നമ്മളെ വിറ്റാമിൻ B12 വേണ്ടിയുള്ളതാണ്. പിന്നെ അച്ചാറ് നല്ലതാണ്. 1 സ്പൂൺ മാത്രം കഴിക്കുക. അച്ചാറ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മീലിന്റെ കൂടെയും
4-5 സ്പൂൺ അച്ചാർ കഴിക്കാൻ പറ്റില്ല, 1 സ്പൂൺ ഒരു ദിവസം. അത് ഓക്കെയാണ്. ഹോം മെയ്ഡ് ആണെങ്കിൽ അത് നമ്മളെ സോഡിയം ലെവൽസ് കീപ്പ് ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ എപ്പോഴും കാസ്റ്റ് അയേണിന്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റീൽ അല്ലെങ്കിൽ ബ്രാസും കോപ്പറും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ സ്റ്റീലും പിന്നെ അതേപോലെ തന്നെ അയേണും നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ കിച്ചണിൽ കൊണ്ടുവരാൻ പറ്റിയ 2 സാധനങ്ങളാണ്. പിന്നെ അയേൺ എന്ന് പറയുമ്പോൾ നമ്മളെ അയേൺ ഷീറ്റ് കൊണ്ടുള്ള പാത്രങ്ങളായിരിക്കരുത്, കാസ്റ്റ് അയേൺ കൊണ്ടുള്ള നല്ല ഹെവി ചട്ടി ആയിരിക്കണം. ഞാൻ പിക്ചറിൽ കാണിച്ച മാതിരി അതില് നിങ്ങൾ എത്ര നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപ്പേരി അതിൻ്റെ അകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കളർ പെട്ടെന്ന് മാറും, ബിക്കോസ് അയേൺ കണ്ടന്റ് അതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ പാത്രത്തിൽ നിന്ന് വേഗം എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ മൈക്രോവേവ് ഉപയോഗിക്കാതിരിക്കുക, ബിക്കോസ് ഫാസ്റ്റ് ഹീറ്റിംഗ് മെത്തേഡ്സ് ഫുഡിന് നല്ലതല്ല, അപ്പം ന്യൂട്രിയൻസിന് നല്ലതല്ലാത്തൊരു കാര്യം. പിന്നെ നമ്മളെ PCODക്കും നല്ലതല്ല. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രമിക്കുക, ബിക്കോസ് പ്ലാസ്റ്റിക്കിൽ ഒരു സെനോഎസ്ട്രജൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് അത് നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, സിങ്ക് നമ്മളെ സിങ്കിനെ മിമിക് ചെയ്യും ബോഡീന്റെ അകത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കാരണം കൂടും. പിന്നെ അലൂമിനിയം നോൺ സ്റ്റിക് പാൻസ് ഉപയോഗിക്കാതിരിക്കുക. നോൺ സ്റ്റിക്ക് ടെഫ്ലോൺ കോട്ടഡ് ആകുമ്പോൾ ടെഫ്ലോൺ അത്ര നല്ലതല്ല. അലൂമിനിയത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആവും. അപ്പൊ നമ്മളെ ബോഡിയിലെ മെഗ്നീഷ്യം ആൻഡ് സിങ്കിന്റെ റേഷ്യോ ഈ അലൂമിനിയം റീപ്ലേസ് ചെയ്യും മെഗ്നീഷ്യം ആൻഡ് സിങ്കിന്. അപ്പൊ ആ റേഷ്യോനെ അത് ബാധിക്കും. പിന്നെ സിറ്റ് ഡൗൺ ഇൻ സുഖാസന. സുഖാസന എന്ന് പറഞ്ഞാൽ നമ്മളെ കാലൊക്കെ മടക്കി വെച്ച് നിലത്തിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിൾമേ ഇരിക്കുകയാണെങ്കിലും നമ്മളെ കാല് കയറ്റി വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മളെ ചെയറിൽ. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് PCODക്കുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങള് എന്ന് പറയുന്ന നമ്മള് ഈ PCOD കാരണം അല്ലാതെ കുറച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തൈറോയിഡും കവർ ചെയ്യും. അപ്പം അതിന് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം അസിഡിറ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ PCODക്ക് പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് സോക്ഡ് റേസിൻസ് കഴിക്കുക ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. അല്ലെങ്കിൽ അവിൽ വിത്ത് കേർഡ്. അവിലൊന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കഴുകുക, അല്ലാതെ വെള്ളത്തിൽ പൊതിർത്തേണ്ട ആവശ്യമില്ല. ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് അതും പിന്നെ കേർഡും മിക്സ് ചെയ്ത് കഴിക്കുക. ഇതൊരു മിഡ് മീലായിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ അവിലും ബ്ലാക്ക് റേസിൻസും സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പാലില് റേസിൻസ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി തൈര് ഇട്ട് വെച്ചിട്ട് അത് ഫുള്ള് തൈരാവുമ്പം അത് അങ്ങനെയും കഴിക്കാൻ പറ്റും. പിന്നെ ഈ ഗുൽഖണ്ഡ് എന്ന് പറയുന്ന ഒരു റോസ് പെറ്റൽസിന്റെ ഒരു ഡ്രിങ്ക് ആണ്. ഇതും അസിഡിറ്റിക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് കേരളത്തിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റ് മെൻസ്ട്രൽ ആ ഒരു ടൈമിലുള്ള ആളാണെങ്കിൽ, ബോഡി നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന നിങ്ങളെ പോസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ നിന്ന് കഴിഞ്ഞാൽ ബോഡി നന്നായി ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ഹീറ്റ് ഫ്ലക്ഷസ് ഉണ്ടാവും. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ്. ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും നല്ലത് സോറി കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും നല്ലത് ജാഗ്രി വിത്ത് ഗീ പോസ്റ്റ് ലഞ്ച്. അപ്പൊ ഒരു സ്പൂണില് ഒരിത്തിരി ശർക്കരയും ഒരു നെയ്യ് ഞാൻ പറഞ്ഞ മാതിരി നല്ല നെയ്യായിരിക്കണം, അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ വാട്ടർ മെലൺ, അതേപോലെ പിന്നെ അവിടെ കിട്ടുന്ന മെലൺസ്, ഇപ്പം കാന്റലോപ്പ് അങ്ങനത്തെ കുറെ മെലൺസ് ഉണ്ടല്ലോ, ആ മെലൺസ്
കഴിക്കാൻ ശ്രമിക്കുക. അത് ഇപ്പൊ ഇനി സീസണിൽ അത് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മാർക്കറ്റിൽ കിട്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. പിന്നെ കരിഞ്ജീരകം, ഈ എള്ള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒന്ന് വെറുതെ ഇട്ട് കൊടുക്കുക. ഇത് കോൺസ്റ്റിപ്പേഷന് നല്ലതാ. അതുപോലെ തന്നെ ഇത് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, PCOD, തൈറോയിഡ് അല്ലെങ്കിൽ ഉറക്കം വരാത്തത്, അതിനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളും സഹായിക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇതിനും സഹായിക്കും, ഇതിനും സഹായിക്കും എന്ന് പറയുന്നത് ഇതൊരു കളക്റ്റീവ് ഐഡിയ ആണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്, ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാ കാര്യവും ഒരുമിച്ച് നാളെ മുതൽ ശരിയാക്കാൻ പറ്റില്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ അയിമേൽ ആഡ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ തൈറോയിഡിന് ഏറ്റവും നല്ലത് ഒരു സാധനം മാംഗോ ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് വാട്ടറിൽ അത് സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് കഴിക്കുക. പിന്നെ കോക്കനട്ട് നന്നായി കഴിക്കണം. കോക്കനട്ട് നല്ല തൈറോയിഡിന്, പിന്നെ അതേപോലെ PCODക്കും നല്ലതാണ്. കോക്കനട്ട് ഈസ് എ വെരി ഗുഡ് ഫാറ്റ് ബേണർ. അപ്പൊ കോക്കനട്ട് എല്ലാ ദിവസവും തേങ്ങ അരച്ച കറി കഴിക്കണം എന്നല്ല പറയുന്നത്, ബട്ട് തേങ്ങ വെള്ളമാണെങ്കിലും ഡ്രൈ കോക്കനട്ട് കറിയില് ഉപ്പേരിയിലൊക്കെ ഇട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ മുതിര ഏറ്റവും നല്ലതാണ്. ഹോസ് ഗ്രാം ഉപ്പേരി ആയിട്ടോ കറി ആയിട്ടോ സൂപ്പായിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതും കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്, പിന്നെ ജോയിന്റ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി. ഈ ഡ്രൈ കോക്കനട്ട്, ഹോസ് ഗ്രാമും മെയിൻലി ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് സഹായിക്കും. പിന്നെ ഷുഗർ ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ ക്രേവിങ്സിന് കാരണം വേറൊന്നുമല്ല, നമ്മളെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് അത്രയും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് ഞാൻ പറയാറ് പൊതുവെ ഗീ കഴിക്കുക, 3 മീൽസിലും ഗീ കഴിക്കുക. ഗീ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഗീ. അതുപോലെ തന്നെ ലഞ്ചിന്റെ കൂടെ ഞാൻ കേട് കഴിക്കാൻ പറയും. അതല്ലാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മളെ സ്പൈസസ് നാച്ചുറൽ ആണോ നോക്കുക, നമ്മൾ മില്ലിന്ന് പൊടിച്ചതാണോ, നമ്മൾ പാക്കറ്റ് ആണോ വാങ്ങുന്നത് നോക്കുക. യാംസ് ആൻഡ് ട്യൂബേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളെ കൊളക്കേഷ്യ, അതേപോലെ തന്നെ എന്താ പറയാ ചേന, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ പീനട്ട് പൗഡർ, പീനട്ട് പൊടിച്ചു വെച്ചിട്ട് കറിയിലോ അല്ലെങ്കിൽ ഉപ്പേരിയിലോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ ഷുഗർ ക്രേവിങ്സിനെ സഹായിക്കും. ഈ ഷുഗർ ക്രേവിങ്സ് PCOD, ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കുണ്ടാവും. അപ്പൊ PCOD, ഡയബറ്റീസ്, പിന്നെ കിഡ്നി ഇഷ്യൂസ് ഉള്ളവർക്ക് വിറ്റാമിൻ D ആൻഡ് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. വിറ്റാമിൻ D എന്ന് പറയുന്ന മെയിൻ സോഴ്സ് ഓഫ് വിറ്റാമിൻ D ഈസ് ഗീ. വിറ്റാമിൻ B12 കേർഡ്, അതേപോലെ തന്നെ ഫെർമെന്റഡ് ഫുഡ്. പിന്നെ ടയർഡ്നെസ് ആൻഡ് ലെഥാർജി, അതായത് ഭയങ്കര ടയർഡ് ആണെങ്കിൽ ഗാർഡൻ ക്രസ് സീഡ്സ് നല്ലതാണ്. ഇതൊരു ചുവപ്പ് കളർ സീഡാണ്. ഗാർഡൻ ക്രസ് സീഡ് നമ്മളെ ഹെയർ ലോസിന് നല്ലതാണ്, ഗുഡ് സ്കിന്നിനും നല്ലതാണ്. പിന്നെ സ്പ്രൗട്ടഡ് പൾസസ് അല്ലെങ്കിൽ ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂസ്. ഇത് എനർജി ഇല്ലാത്ത സമയത്ത്, ഭയങ്കര ടയർഡ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം സോൾ ആൻഡ് സ്പ്രൗട്ടഡ് പൾസസ്, ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂസ്. അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് എന്താ പറയാ ടെൻഷൻ അടിച്ച് ആകെ ഒന്നുമില്ല, എനർജി ഇല്ലാന്ന് തോന്നുമ്പോൾ ഒരു 5-6 അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഇറ്റ് ഇസ് 0 കൊളസ്ട്രോൾ. അതിന്റെ അകത്ത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെ ഈ പറഞ്ഞ കാര്യം, തൈറോയിഡ്, PCOD, കിഡ്നി ഇഷ്യൂസ്, ലോ ഹീമോഗ്ലോബിൻ ആൻഡ് ഡിപ്രഷൻ, ഈ പറഞ്ഞ ആൾക്കാർക്കും ഈ കാര്യങ്ങൾ നല്ലതാണ്. ഈ ഹീമോഗ്ലോബിൻ ലെവൽസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം, ഈ ഞാൻ പറഞ്ഞ മാതിരി അയൺ ചട്ടികൾ ഉപയോഗിക്കാം. പിന്നെ അപ്പൊ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അപ്പം കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എന്താണ്, ഞാൻ ഒരു 1 in all in 1 സൊല്യൂഷൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഫൈനലി ഇതാണ് ഞാൻ ഇന്ന് രാത്രി കുടിക്കുന്ന ഒരു സാധനമാണ്. അപ്പം മിൽക്ക് ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം. അതല്ലാതെ ഫാറ്റി ആസിഡ്, ആന്റി ഓക്സിഡൻസ്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതിന് നമ്മൾ ടെർമറിക് കാര്യമായിട്ട് മിൽക്കിൽ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആക്കാൻ, ഈ നമ്മളെ ശരീരം വീർത്ത് നിൽക്കുന്നെന്ന് പറയില്ലേ, നമ്മളെ ബ്ലോട്ടഡ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അതില്ലാതാക്കാൻ. അപ്പൊ അതൊക്കെ കളഞ്ഞ് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സ്ലീപ്പും അത്രയും ക്വാളിറ്റി ഉള്ള സ്ലീപ്പായിരിക്കും. അപ്പം നമുക്കൊരു റെസ്റ്റ്ഫുൾ സ്ലീപ്പ് കിട്ടാന്
പിന്നെ നമ്മളെ റിക്കവറി ആക്സിലറേറ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ റെസ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യണം ഒരു നെക്സ്റ്റ് എക്സസൈസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് പിന്നെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മഞ്ഞൾ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്ന്. പിന്നെ ഹോർമോണൽ ബാലൻസിനും നല്ലതാണ്. പിന്നെ മിൽക്കിലുള്ള ഒരു സാധനം ഇതാണ്, കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ്. ഇപ്പൊ ഈ കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡിന്റെ ടാബ്ലറ്റ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ നാടൻ പാലിലുള്ള സാധനമാണിത്. ഫാറ്റ് ബേണിംഗ് സോണിൽ, ബോഡീനെ എപ്പോഴും ഫാറ്റ് ബേണിംഗ് സോണിൽ അത് കീപ്പ് ചെയ്യും. പിന്നെ ബൈ ഫാം ഫ്രഷ് മിൽക്ക്. എപ്പോഴും നിങ്ങൾ അടുത്ത വീട്ടില് ആരാണോ പശുവിനെ, ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നെയ്യ് ഉണ്ടാക്കുന്നവരും അതേപോലെ തന്നെ പാലുണ്ടാക്കുന്നവരുമാണ് ഏറ്റവും കൂടുതൽ, അവരെയാണ് പിടിക്കേണ്ടത്. നമ്മൾ ഈ ബിസിനസ്സിനും ഇതിനൊക്കെ പോകുമ്പോൾ അവരെ ആൾക്കാരുടെ ഇടയിൽ പോയാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഹെൽത്ത് ഇസ് ദ ബെസ്റ്റ് വെൽത്ത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ എവിടെയാണ് ഏത് വീട്ടിലാ പശു ഉള്ളത് നോക്കിയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ പാലും നെയ്യും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരിക. അപ്പം അവർക്കും ഒരു സഹായമാകും, നമുക്കും നല്ലൊരു ഹെൽത്തും ഉണ്ടാവും. പിന്നെ ഗാർഡൻ ക്രസ് സീഡ് ഈ ആക്നേക്ക് നല്ലതാണ്. ഗാർഡൻ സീഡ്, ആക്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണൽ ആയിട്ട് ഉണ്ടാവുന്ന ബ്രേക്ക് ഔട്ട്സ്, പിന്നെ ലോ എനർജി, PCODക്ക് ഗാർഡൻ ക്രസ് സീഡ്. ഇതാ കൂടാതെ നല്ല സ്കിന്നിനും നല്ല ഹെയറിനും ഗാർഡൻ ക്രസ് സീഡ് നല്ലതാണ്. ഗാർഡൻ ക്രസ് സീഡ് എപ്പോഴും സോക്ക് ചെയ്യണം. സോക്ക് ചെയ്ത് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്തിട്ട് നമ്മളെ പാലിൽ ഇട്ട് കൊടുക്കുക ചെയ്യാം. പിന്നെ കാഷ്യൂ അല്ലെങ്കിൽ ഒരു പിഞ്ച് നട്ട്മെഗ് നമുക്ക് ഈ ഹൽദി മിൽക്കിൽ ആഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. കാഷ്യൂ 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, കാഷ്യൂ നിങ്ങൾ ക്രഷ് ചെയ്യും. Sorry everyone, I think there is a technical issue going on. Sorry, I'll be back now. Okay, for some reason I can't share my screen with you. സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഹൽദി മിൽക്കിനെ കുറിച്ച് പറഞ്ഞ് ഓൾമോസ്റ്റ് കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഹൽദി മിൽക്കിന്റെ കാര്യം അതാണ്. പിന്നെ ലാസ്റ്റ് പറയാൻ വിട്ട പോയിന്റ്, അതായത് ജോയിന്റ് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ജിഞ്ചർ ഇതിന്റെ അകത്ത് ഹൽദി മിൽക്കിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള 3 ബുക്സ് ആണ് നിങ്ങൾക്ക്. രുചിത ദിവേക്കറിന്റെ ഡോണ്ട് ലൂസ് ഔട്ട് വർക്ക്ഔട്ട് എന്നുള്ള ബുക്ക്,
നിങ്ങൾക്ക് വായിക്കാം. അതിൽ നിങ്ങൾക്ക് എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് മനസ്സിലാവും. പിന്നെ പി സി ഒ ഡി തൈറോയിഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അത് അല്ലെങ്കിൽ വുമൺ ആൻഡ് വെയിറ്റ് ലോസ് തമാശ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് കളക്റ്റീവ് വുമൺസ് ഹെൽത്തിന്റെ ഐഡിയ വേണമെങ്കിൽ. പിന്നെ ഞാൻ യോഗ സജസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. ഫാറ്റ് ബേണിംഗ് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് യോഗ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം യോഗന്റെ ബുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ PCOD തൈറോയിഡ് ബുക്ക്. അതുപോലെ തന്നെ യോഗന്റെ ബുക്കും ലൈറ്റ് ഓൺ യോഗ എന്ന് പറഞ്ഞ BKS അയ്യങ്കാറിന്റെ ബുക്കാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇരുന്ന് യോഗ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാനിപ്പം പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാണ് Q&A സെഷന് വേണ്ടിയിട്ട്. ആരെങ്കിലും കൈ ഉയർത്തുകയാണെങ്കിൽ എനിക്ക് അവരെ ഒന്ന് മെസ്സേജിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജിൽ ഇട്ടാൽ മതി. അപ്പൊ ഞാൻ ഹോസ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പം ചാറ്റിൽ നിങ്ങൾ ഇട്ടാൽ മതി എന്താണ് നിങ്ങളെ ഇഷ്യൂസ് എന്നുള്ളത്. ആർക്കും ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാം ഞങ്ങൾക്ക് ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? ഓക്കെ ഓക്കെ, ഐ എം സോറി. എനിക്കൊരു 2 seconds തരുമോ? ഞാനൊന്ന് ഇതിന്റെ ടെക്നിക്കൽ ഇഷ്യൂ എന്താണെന്നൊന്ന് നോക്കിക്കോട്ടെ. Okay, that's fine. Okay, fine. Thank you. ഓക്കെ, സോറി. ഐ തിങ്ക് ചാറ്റ് ഡിസേബിൾഡ് ഹോസ്റ്റിന്റെ ഇതിന് സംഭവിച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിച്ചോളൂ. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ പേര് അഞ്ജു. ഞാനിവിടെ ലണ്ടനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹായ് അഞ്ജു, ഐ ആം ഓൾസോ ഇൻ ലണ്ടൻ. ഓക്കെ, ഐ എം ഫ്രം വൂസ്റ്റർ. എവിടെയാണ്? വൂസ്റ്റർ, ബിർമിംഗ്ഹാമിന്റെ അടുത്ത് വരും വൂസ്റ്റർ. ഓ, ബിർമിംഗ്ഹാമിന്റെ അടുത്താണ്. ഓക്കെ, ഐ ആം ഇൻ ടോട്ടിംഗ്ഹാം. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഞാനിപ്പോ ഈ എബിന്റെ പ്രോഗ്രാമിൽ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് PCOD ഒരു 6 വർഷമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മാരീഡ് ആണ്, 27 years old, നേഴ്സ് ആണ്, ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോ ഇവിടെ ഞാൻ ഒരു വട്ടം കൺസീവ് ആയി, അപ്പൊ മിസ്കാരേജ് ആയി. അപ്പൊ വീണ്ടും പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. 64 ആയിരുന്നു, 1 monthനുള്ളിൽ 68 ആയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ ഭയങ്കര കൺസേൺ, ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രഗ്നൻസി നോക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി അഞ്ജുന്റെ കൺസേൺ എന്താണെന്ന്. പക്ഷേ ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കുന്നോണ്ട് എന്താ വെയിറ്റ് ഗെയിനിന്റെ കാരണം എന്നുള്ളത് അഞ്ജു ഡോക്ടറിനോട് ചോദിക്കണം. ബട്ട് പൊതുവെ അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ വരാൻ പാടില്ല, മനസ്സിലായില്ലേ? പൊതുവെ ഇപ്പൊ നമുക്ക് PCOD ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റിൽ തന്നെ വെയിറ്റ് ഗെയിൻ വരികയാണെങ്കിൽ പിന്നെ അത് പ്രശ്നമല്ലേ? പ്രശ്നമാണ്. ഓക്കെ ഓക്കെ. അപ്പം ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ അഞ്ജു ഇങ്ങനെ വിചാരിക്കേണ്ട, ഡോക്ടർ പറയുന്ന എല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. ഒരു ഡിഫറെന്റ് ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷനും കൂടിയും അഞ്ജുന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ ഈ കാര്യം സംസാരിക്കുക, അതായത് എനിക്ക് വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ഇനി വരാൻ പാടില്ല. ഓൾറെഡി നമ്മൾ PCOSൽ ഉണ്ടാവുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ നമ്മൾ വീണ്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷെ എനിക്ക് പീരീഡ്സേ ആകാറില്ല. മെഡിക്കേഷൻ എടുക്കാതെ പീരീഡ്സ് ആവില്ല. 6 month വരെ പീരീഡ്സ് ആവാതിരിക്കും എനിക്ക്. അപ്പോ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പീരീഡ്സ് ആവുന്നുണ്ടോ? കഴിച്ചിട്ട് മിഡോക്സി പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഇല്ലേ, അതാണ് കഴിക്കുന്നത്. 10 mg TID കഴിക്കുന്നുണ്ട്. അപ്പൊ കഴിച്ചു കഴിയുമ്പോൾ 7 days കഴിച്ചു കഴിഞ്ഞിട്ട് പീരീഡ്സ് ആകുന്നുണ്ട്, ഒരു 7 days കഴിയുമ്പോൾ.
പീരിയഡ്സ് അല്ല ബ്ലീഡിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് പീരിയഡ്സ് ആവുന്നുണ്ട്, അതേ സമയത്ത് വെയിറ്റ് ഗെയിനിങ്ങും ഉണ്ട്. ഇപ്പൊ 2 മാസമുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പത്തേക്ക് ഞാൻ വെയിറ്റ് ഗെയിൻ ആയി. ഞാൻ ഇവിടെ വന്നപ്പോ ശരിക്കും 60 kg ഉണ്ടായിരുന്നു, ഇപ്പൊ 68 ആയി. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണോ ഈ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയത്? അതെ, ഞാനിപ്പോ 1 മാസം ആയതുള്ളൂ. ഞാൻ വന്നിട്ട് 1.5 വർഷമായി. ഓക്കെ. അപ്പൊ 1.5 വർഷത്തിന്റെ ഉള്ളിൽ ഉണ്ടായ വെയിറ്റ് ഗെയിൻ അല്ലേ, അല്ലാതെ ഇത് 64 ഞാൻ മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ 68 ആയി. മെഡിക്കേഷനോടാണ്. ഇനി ഫുഡ് ഞാൻ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഭയങ്കര വിശപ്പാണ്. ഈ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അല്ലേ? ഈ പീരിയഡ്സ് ഒക്കെ ആവാനാകുന്ന ടൈം ആകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ടാബ്ലറ്റ് നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സസൈസ് സ്ട്രാറ്റജി, ഇപ്പൊ അവര് ഡയറ്റീഷ്യനെ, നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവുമല്ലോ, അവര് പറഞ്ഞ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് 1 മാസം നോക്കുക. ഓക്കെ. എന്നിട്ട് അതിനുശേഷം നിങ്ങളെ വെയിറ്റിന്റെ ഇതെന്താണ്, നിങ്ങൾക്ക് പിന്നെ വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ അത് നിർത്താൻ ശ്രമിക്കാം. അപ്പൊ പെട്ടെന്ന് അത് നിർത്തിയിട്ട് അതിന്റെ സൈഡ് എഫക്ട് വരണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഒന്ന് എക്സസൈസും ന്യൂട്രീഷൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്കിലാക്കിയിട്ട് ഒരു 3-4 months കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട, ഈ ടാബ്ലറ്റിന്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിർത്തുക മെല്ലെ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. യാ. ഹലോ, എന്റെ പേര് മഞ്ജു. ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. Can you hear me? Yeah, I can hear you. ഓക്കെ. ഞാന് മെയിൻലി സിറ്റിംഗ് ജോബ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് കുറച്ച് ഒബീസായി. അല്ലാതെ എനിക്കൊരു മെഡിക്കൽ കണ്ടീഷൻ വന്നു. ഒരു ആക്സിഡന്റ് കാരണം L4 L5 ഒരു ഡിസ്റ്റയർ വന്നു. സോ ബിഫോർ ദാറ്റ് ഐ വാസ് ഓക്കെ വിത്ത് മൈ വെയിറ്റ്. പക്ഷെ ഇപ്പൊ ഒരു 2 years കൊണ്ട് വെയിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി, ലൈക്ക് ബിഗ് ടൈം ഒബീസായി. സോ ഇപ്പൊ ഞാനത് പിന്നെ എനിക്ക് തോന്നുന്നു PCOD എനിക്ക് നേരത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ PCOD കൂടിയതാണോ എന്നതിലെ ഭയങ്കര ഒരു ഡിപ്രഷൻ ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ഒരു എന്താ പറയാ, നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ പോകാൻ തന്നെ ഉള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ടാണോ എന്താ എനിക്കറിയത്തില്ല. പിന്നെ പെട്ടെന്ന് ദേഷ്യം, വിഷമം, ഭയങ്കരമായിട്ട് നമുക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വരുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനാണെന്നറിയില്ല. ഞാൻ പൊതുവെ സ്വീറ്റ് ലവറാണ്. അപ്പൊ കൂടുതൽ സ്വീറ്റ്സ് കഴിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് തന്നെ മൂഡ് ഞാൻ ഓക്കെ എന്ന് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, സ്വീറ്റ്സിന് ഓവറായിട്ട്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിംഗ് ആണ്. പക്ഷെ ഞാനിപ്പോ ഈ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ 2-3 days ആയുള്ളൂ, ഷുഗർ തൊട്ടിട്ടില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ ക്യാൻ സസ്റ്റെയിൻ ദാറ്റ് ഹാബിറ്റ് ഓർ സംതിങ്. അപ്പൊ ഞാൻ പറഞ്ഞ ഷുഗർ ക്രേവിങ്സിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ലഞ്ച് നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു സ്പൂണിൽ കുറച്ച് ജാഗരിയും അതുപോലെ തന്നെ ടീയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. പിന്നെ ഷുഗർ ക്രേവിങ്ങിന് എപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി ഫ്രഷ് ഗീന്റെ കാര്യം പറഞ്ഞല്ലോ, നെയ്യിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു 3 times എവറി മീലിന്റെ കൂടെ 1 spoon ഗീ കഴിക്കുക. ഐ തിങ്ക് നമ്മുടെ നാട്ടിലുള്ള തെറ്റിദ്ധാരണ ഗീ കഴിച്ച പെട്ടെന്ന് തടി വെക്കും എന്നുള്ള ഒരു ഈ നമ്മുടെ നാട്ടിലെ മറ്റേ അമൂലിന്റെ അതേപോലെ തന്നെ മിൽമയുടെ ഈ വെജിറ്റബിൾ നാടൻ നെയ്യാണ് നമ്മൾ വീട്ടിലെടുക്കുന്നത്. നാടൻ നെയ്യ് കൊണ്ട് നമ്മൾ തടി വെക്കില്ല. അതുകൊണ്ട് ഗുഡ് ഫാറ്റ് ഉണ്ടാവുള്ളൂ, ബാഡ് ഫാറ്റ് കുറയും. അതുപോലെ തന്നെ ഞാൻ ചോറ് ഇതൊന്നും എടുക്കാത്ത ഒരാളാണ്. ഇപ്പം അത് ചോറ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ ബോഡീനെ അബ്യൂസ് ചെയ്യരുത്. അതെ, ഇപ്പം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് റൈസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതെനിക്കൊരു ഭയങ്കര പുതിയ കാര്യമാണ്. റൈസ് എടുക്കാമോ? ഐ ഡോണ്ട് നോ. അത് ഒരിക്കലും നമ്മളെ ബോഡി, പിന്നെ ഇത്രയും കാലം റൈസ് കഴിച്ചിട്ടല്ലേ നമ്മള് എല്ലാവരും വല്യമാരും എല്ലാവരും ജീവിച്ച്. അപ്പം അത് മനസ്സിലാക്കിയാൽ മതി. റൈസ് അല്ല ഇവിടെ പ്രശ്നം. ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടായ പ്രശ്നം, ഇരുന്നിട്ടുള്ള അത് ആ കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ മതി. ഈ മൂഡ് സ്വിങ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും മൂഡ് സ്വിങ്സിന് കൺട്രോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ടയേർഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ കാഷ്യൂസ് കഴിക്കുക. പിന്നെ ഈ മൂഡ് സ്വിങ്സ് താനെ കൺട്രോൾ ആകും. ഇതിപ്പോ നമ്മൾ നല്ല ഫുഡ്, നല്ല എക്സസൈസ്, അതേമാതിരി തന്നെ നന്നായി വെള്ളം കുടിക്കുക, അതേപോലെ അങ്ങനെ മൂഡ് സ്വിങ്സ് താനെ കൺട്രോൾ ആവും. നമുക്ക് അതിനായിട്ടൊരു ഫുഡ് ഇപ്പം, അതായത് അതിനായിട്ടൊരു ഫുഡ് ഇല്ല.
അപ്പൊ ഇപ്പൊ എത്ര ദിവസം ഈ പ്രോഗ്രാമില്? 3 days ആയിട്ടുള്ളൂ. 3 daysൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ മൂഡ് സ്വിങ്സിൽ? ഉണ്ട്. കുറച്ചുകൂടെ കാമായി. കുറച്ചുകൂടെ കാം ആയിക്കോളും, താനെ ആയിക്കോളും. അതങ്ങനെ മൂഡ് സ്വിങ്സിനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോ ഇത് ശരിയായിക്കോളും. Okay, thank you so much. Yeah, you're welcome. Next question. ഹായ്, എന്റെ പേര് ജെറ്റു. ഞാൻ USA-ലാണ്. പറയൂ. എനിക്കാണെങ്കിൽ 3 months ബിഫോർ ആണെങ്കിൽ എനിക്ക് ലെഫ്റ്റ് ഫലോപ്പിയൻ ട്യൂബ് എന്റെ കട്ട് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പം കൺസീവ് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷെ 1 monthിനുള്ളിൽ ഞാൻ കൺസീവ് ആയില്ല. എനിക്കും ഇതുപോലെ PCOD പ്രശ്നം, തൈറോയ്ഡ് ഹൈ ആണ്. അന്നേരം എനിക്ക് ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഇത് റിമൂവ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റുമോ? ഇപ്പം നമുക്ക് 3 മാസമായി സർജറി കഴിഞ്ഞിട്ട്. കീഹോൾ സർജറി ആയിരുന്നോ? കീഹോൾ ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നോ, അഡ്വൈസ് ചെയ്തിരുന്നോ എന്തെങ്കിലും മൂവ് ചെയ്യാൻ പാടില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവര് പറഞ്ഞു ഹെവി ലിഫ്റ്റിംഗ് പാടില്ല, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല, നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു. ഹെവി ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോ ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ ഹെവി ആവില്ലല്ലോ. അതിന് 3 കിലോ 2 കിലോന്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പം അതൊന്നും അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. അവര് ഹെവി ലിഫ്റ്റിംഗ് ഉദ്ദേശിച്ചത് വലിയ വലിയ വെയിറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ നോർമലി നമ്മൾ അങ്ങനെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഹെവി ലിഫ്റ്റിംഗ് തുടങ്ങാം. അങ്ങനെ കാലാകാലം നമ്മളത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാലാകാലം നമ്മൾ ഒരു കാര്യത്തിന് സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യം വരില്ല ഒരിക്കലും. ഓക്കെ. അപ്പൊ പിന്നെ എന്താണ് ഐ മീൻ PCOD ഉണ്ടായിട്ട് ഇപ്പൊ എത്ര കാലായി? PCOD എനിക്കിപ്പോ ഒരു 3 വർഷമായിട്ടുണ്ട്. 3 വർഷമായിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാണ് എനിക്ക് തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ വെച്ച് എനിക്കില്ലായിരുന്നു. വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. നാട്ടിൽ വെച്ച് എനിക്കില്ലായിരുന്നു ഈ തൈറോയിഡ്. പിന്നെ അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യൻ ഫുഡൊക്കെ? ഇന്ത്യൻ ഫുഡ് ഉണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ വെക്കുന്ന ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഔട്ട്സൈഡ് ഫുഡിനെ പോയായിരുന്നു. മീൻസ് വന്ന സമയമൊക്കെ നമുക്ക് ഒരു കഴിക്കാനുള്ള ഒരു ഇതില് അങ്ങനെ കഴിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതൊന്നും ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആക്കി വെക്കുക ഈ ഔട്ട്സൈഡ് ഫുഡ്. ഓക്കെ. അപ്പൊ അതിൽ തന്നെ അത് കൺട്രോൾ ആവേണ്ടതാണ്, അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലിഫ്റ്റിംഗ് അത് കാരണം ഹെവി ലിഫ്റ്റിംഗ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഭയങ്കര വലിയ നമ്മളെ വീട്ടിൽ പണിയെടുക്കുമ്പോഴൊക്കെ വലിയ ലിഫ്റ്റിംഗ് ആണ്, അല്ലാതെ ഒരിക്കലും 1 kg 2 kg ഡംബൽ ഒരിക്കലും ഹെവി ലിഫ്റ്റിംഗിന്റെ അകത്ത് വരില്ല. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, പറയൂ. എന്റെ പേര് ജുബൈരിയ എന്നാണ്. ഞാനിപ്പോ സൗദിയിലാണ് ഉള്ളത്. ഇപ്പൊ ഈ അടുത്ത് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഓൾറെഡി ഞാൻ ഡയറ്റ് കാര്യങ്ങളും എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്. എന്റെ പാരമ്പര്യം കംപ്ലീറ്റ് തടിയുള്ള ആൾക്കാരായതുകൊണ്ട് ഫുഡ് അങ്ങനെ വാരി വലിച്ച് കഴിക്കുക അങ്ങനത്തെ ഒരു കരുത്തൊന്നുമില്ല. അപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും മാറി, ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി. അതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് വിറയല് വരാൻ തുടങ്ങി. ബോഡി എല്ലാം കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഭയങ്കര ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം. ഈ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ മേലെ മുഴുവൻ ഫുള്ളും ബോഡി ഭയങ്കര പെയിന്. അപ്പൊ അതോടുകൂടി നല്ല വയറിളക്കും എല്ലാം ഒക്കെ ആയി. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ എന്താ പ്രശ്നം നോക്കാൻ പറഞ്ഞു. ഷുഗർ, PCOD അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. PCOD പിന്നെ അതിന്റെ മുമ്പ് ട്യൂബൽ പ്രഗ്നൻസിന്റെ പ്രശ്നം ഉണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ സിസ്റ്റിന്റെ പ്രോബ്ലം ഉണ്ട്, കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞ ഇപ്പം മെഡിസിൻ ഒന്നും കഴിക്കണ്ട, നീ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടും നടന്നിട്ടും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി പറഞ്ഞു. പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഞാന് ഡോക്ടറുടെ ഈ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ നോക്കി കഴിഞ്ഞപ്പം ഈ വിറയില് വന്നപ്പോ ഡോക്ടർ PCOD ഒക്കെ ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞു. തൈറോയിഡ് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ടെസ്റ്റ് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ട്, ഭാവിയിൽ വരാൻ എനിക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര ഗ്യാസിന്റെ, ഞാൻ എന്ത് ഡയറ്റ് ഫോളോ ചെയ്താലും അത് ഗ്യാസ് ഇങ്ങോട്ട് ഭയങ്കര. എന്തൊക്കെ ഡയറ്റ് ജുബൈരിയ ഫോളോ ചെയ്ത്? ഞാൻ ചെയ്യാത്ത ഡയറ്റ് ഒന്നുമില്ല സത്യം പറഞ്ഞ. ഹീറ്റോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഡയറ്റ് ഗ്യാസിന്റെ പ്രശ്നം ഒന്ന് താങ്ങാൻ വേണ്ടിട്ട്. പിന്നെ പുറത്തുള്ള
നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 3 ദിവസമായി. ഇല്ല, ഞാനിപ്പോ ചെയ്തിട്ടില്ലുള്ളൂ. ഓക്കെ, ഇപ്പൊ കേറിയിട്ടുള്ളൂ പ്രോഗ്രാം. ഇന്നാണ് എന്റെ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പം എന്താ പറയാ, ജുബൈരിയ ശ്രദ്ധിക്കേണ്ടത്, ജുബൈരിയ ഇതുവരെ ചെയ്ത ഡയറ്റിന്റെ പ്രശ്നമാണ് ഒന്നാമത്. പിന്നെ കൊറോണ കാരണം എന്തെങ്കിലും ചിലപ്പം ഗ്യാസ് ട്രബിളിന്റെ എന്തെങ്കിലും എഫക്ട് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിനുശേഷം ഈ തടി കുറക്കാൻ വേണ്ടി ചെയ്ത ഡയറ്റുകളുടെ പ്രശ്നമാണ് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. പിന്നെ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. യാത്ര ചെയ്യുമ്പോഴൊക്കെ വയറ് ഭയങ്കര പ്രശ്നമുണ്ട്. അതിപ്പോഴല്ല. പറഞ്ഞോളൂ. അത് പിന്നെ അപ്പൊ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ തന്നെ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഗ്യാസ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ് എനിക്ക്. എന്താ വെച്ചാൽ അത് അങ്ങനെ ട്രാപ്പായി കിടക്കാം. അതിന് പുറത്തോട്ട് പോവാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ജുബൈരി ചെയ്യേണ്ട കാര്യങ്ങള്, രാവിലെ എണീച്ച ഉടനെ നമ്മളെ സോക്ഡ് ബ്ലാക്ക് റൈസിൻസ്, ഞാൻ പറഞ്ഞ മാതിരി കറുത്ത മുന്തിരി എന്ത് ചെയ്യാ, രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അതും അതിന്റെ വെള്ളവും കഴിക്കാം. പിന്നെ രാവിലത്തെ മിഡ് മീല്, രാവിലെ വെച്ചാൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ലഞ്ചിന്റെ ഇടയില് അവിലും തൈരും, അവിലൊന്നും ചെറുതായി കഴുകിയിട്ട് അതും അവിലും തൈരും മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എള്ള് എന്ത് ചെയ്യാ, നമ്മളെ ചപ്പാത്തി അങ്ങനത്തെ ഇതിലൊക്കെ എള്ളിന്റെ എന്താ പറയാ, എള്ള് ഇട്ട് കൊടുത്തിട്ട് അതും അതിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ എള്ളൊന്ന് ചെറുതായിട്ട് അയിമേൽ വിതറി കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഈ ഡയറ്റ് കുറെ നേരം മീലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കണം. അതായത് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല അടുത്ത ഭക്ഷണം കഴിക്കുക. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1-2-3 മണിക്കൂറിന്റെ ഉള്ളിൽ അടുത്ത മീല് കഴിച്ചിട്ടുണ്ടാവണം. അത് സ്നാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ നോർമൽ മീൽ ആയിക്കോട്ടെ. അപ്പൊ ഈ മീലിന്റെ ഗ്യാപ്പ് ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളും ചെയ്യുക. എന്തായാലും അത് പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ വേറെ ഇങ്ങനത്തെ ഒരു ക്രാഷ് ഡയറ്റ്, ട്രെൻഡ് ഡയറ്റ്സ് അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ജുബൈരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ലാന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെന്നെ അൺമ്യൂട്ട് ചെയ്ത് ചെയ്യണം. ചാറ്റ് എന്തോ കാരണം കൊണ്ട് ഡിസേബിൾഡ് ആണ് കേട്ടോ, സോറി. ഹലോ പറയൂ. എന്റെ പേര് അയന എന്നാണ്. ഞാൻ കാനഡയിൽ നിന്നാണ്. അപ്പൊ എനിക്ക് PCOD ഉണ്ട്. 2013 PCOD ഉണ്ടെന്ന് അറിഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് കല്യാണം കഴിഞ്ഞിട്ടാണ് അവിടെ കാനഡയിലോട്ട് വന്നത്. ഹസ്ബൻഡ് ഇവിടെയായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് കൺസീവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോ നടക്കുന്നില്ല. അപ്പൊ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ വന്നിട്ട് 6 months കഴിഞ്ഞിട്ട് പീരീഡ്സ് ആയില്ല. നാട്ടിലായിരുന്നപ്പോ പീരീഡ്സ് ആവുമായിരുന്നു, പക്ഷെ മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് വരുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം 2 പ്രാവശ്യം 2 പ്രാവശ്യം വരും. 13 days ആണ് ഒരു സൈക്കിൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോ വീണ്ടും പീരീഡ്സ് വരുമായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചിരുന്നോ? ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ അൾട്രാസൗണ്ട് ഒക്കെ എടുത്തപ്പോ പറഞ്ഞു PCOD ഉണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ടില്ല, ചെറിയ ഇതായിട്ട് 0.5 അങ്ങാണ്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ നാട്ടിൽ മരുന്ന് കഴിച്ച് അത് ശരിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ പീരീഡ്സ് ആയിട്ടേ ഇല്ല. ഞാൻ വന്നത് 2020 മാർച്ചിലാ. ഒരു ഓഗസ്റ്റ് ആയിട്ടും എനിക്ക് പീരീഡ്സ് ആയില്ല. അപ്പം അങ്ങനെ ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിച്ചു, മെട്രോക്സി എന്ന് പറഞ്ഞ മരുന്ന് കഴിച്ചു. അപ്പൊ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പീരീഡ്സ് പിന്നെ നിൽക്കാണ്ടായി. എന്ന് വെച്ചാൽ 45 days എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ അത് നിർത്താൻ പറഞ്ഞ് നിർത്തി. പിന്നെ 2 മാസം വീണ്ടും പീരീഡ്സ് ആയില്ല. പിന്നെ അത് റെഗുലർ ആയി. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ വരും, അല്ലെങ്കിൽ വരത്തില്ല.
ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോ മാസം കറക്റ്റ് വരുന്നുണ്ട് ഓരോ മാസം. നാട്ടിൽ വെച്ച് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് മരുന്ന് കഴിച്ചാൽ വന്ന ഒരു പ്രശ്നമായത്. പിന്നെ 3 മാസം അങ്ങനെ ഓവുലേഷൻ ടാബ്ലറ്റ് തന്നെങ്കിൽ 3 മാസം ഈ മെട്രോക്സി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് റെഗുലർ ആക്കി 3 മാസം റെഗുലർ ആക്കിയതിന് ശേഷം ലെട്രോസോൾ എന്ന് പറഞ്ഞ ഓവുലേഷൻ ടാബ്ലറ്റ് കഴിച്ചു. പക്ഷെ എന്ത് ചെയ്താ ഓവുലേഷൻ ആവുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ 4ാമത്തെ കോഴ്സാണ് എടുക്കാൻ പോകുന്നത്. അവര് 5 ആദ്യം 2 mg ആകും, പിന്നെ 5 ആക്കി, പിന്നെ 5.5 ആക്കി, ഇപ്പൊ 7.5 mg ആക്കി എനിക്ക്. അപ്പൊ ഈ ലെട്രോസോള് ഇപ്പൊ 7.5 ആക്കി, പിന്നെ കാലിന്റെ മുട്ടിന് നീര് വന്നു തുടങ്ങി. കാല് പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അത് നിർത്തി. ചിലപ്പോ അതിന്റെ സൈഡ് ഇഫക്റ്റ് ആവുമെന്ന് വിചാരിച്ചപ്പോ ഞാനിവിടെ വരുമ്പോ എനിക്ക് 58 kg ഉണ്ടായുള്ളൂ. ഇപ്പൊ ഞാൻ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് 67 ആയി. അപ്പൊ ഈ മരുന്ന് കഴിക്കണോണ്ടാണോ ഈ വെയിറ്റ് കൂടുന്നതെന്ന് അറിയാനായിരുന്നു. കാരണം ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ 2-3 മാസം കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാ. നാട്ടിലെ പോലെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ ഡോക്ടറിനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് കിട്ടണം നമുക്ക്. അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ ഈ മരുന്ന് നിർത്തണോ വേണ്ടോ എന്ന് ചോദിക്കാനാ. നാട്ടിൽ വന്നിട്ട് ഇനി ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയോ? അപ്പം ഇപ്പം മുട്ടുവേദന ഭയങ്കരമായിട്ട് വരുന്നുണ്ടോ? ഈ ഓവുലേഷൻ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങുമ്പോ മുട്ടുവേദന വന്നു. ഇപ്പൊ ഡോസ് കൂട്ടിയ പിന്നെ കേട്ടോ. ഇപ്പൊ 7.5 ആക്കി. അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 7.5 ആക്കാൻ കാരണം എന്താണ്? അവര് ഓവുലേഷൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് 20 days എന്ന് വെച്ചാൽ പീരീഡ്സ് കഴിഞ്ഞ് 20ാമത്തെ ദിവസം അവര് ഒരു ബ്ലഡ് വർക്ക് ഉണ്ട്. നമുക്ക് ഓവുലേഷൻ നടന്നോ ഇല്ലോ എന്ന് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിൽ അവര് പറയുന്നത് ഓവുലേഷൻ നടന്നിട്ടില്ല. സോ ഓരോ നെക്സ്റ്റ് മന്ത് അവര് അതിന്റെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കും. അതല്ല, ഈ ടാബ്ലറ്റ് കഴിച്ചതല്ലാതെ PCODക്ക് വേണ്ടിയിട്ട് ഡയറ്റ് എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ യൂട്യൂബില് ഒരാളിങ്ങനെ PCOD ഉള്ളത് പുള്ളിക്കാരി നാട്ടില് പോയി കൺസൾട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലിന്റെ ഡയറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മാസമല്ല 2-3 ആഴ്ച നോക്കി. പക്ഷെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ATPയിൽ കയറിയിട്ട് ഇപ്പൊ എനിക്ക് ഈ 3ാമത്തെ ദിവസമാ. അപ്പൊ ഇപ്പൊ 1 kg അടുത്ത് കുറഞ്ഞു കേട്ടോ. പക്ഷെ ഏജ് എത്രയാണ്? എനിക്ക് 26. ഓക്കെ. അപ്പം ചിലപ്പോ ടാബ്ലറ്റ് കൊണ്ട് തന്നെ ആയിരിക്കും. ഇത് സ്റ്റിറോയിഡൽ ടാബ്ലറ്റ്സ് ചിലപ്പം കൊടുക്കും ഈ PCOD ഉള്ള ആൾക്കാർക്ക്. അപ്പൊ സ്റ്റിറോയിഡ്സ് കഴിക്കുമ്പോൾ പൊതുവെ ബോഡിക്ക് ഒരു നീര് വന്ന പോലത്തെ ഒരു തടി വരും. അതായിരിക്കും ഈ മുട്ടിന്റെ നീര് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറ്റും എക്സസൈസും 1 മാസം ചെയ്യുക. ഈ ടാബ്ലറ്റ് എടുക്കുക. അപ്പൊ പറഞ്ഞ ഡോസിൽ ടാബ്ലറ്റ് പോവുക. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ ടാബ്ലറ്റ് ഒഴിവാക്കുക കേട്ടോ. കാരണം കാലിന്റെ മുട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സെൻസിറ്റീവായ ഏരിയ അല്ലേ. വല്ലാണ്ട് നീര് വരുന്നുണ്ട്, തീരെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ആകെ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ നാട്ടിൽ വരുമ്പോ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മതി. ആ മരുന്ന് കഴിച്ച് കാലിന് മന്ത് പോലെ ആയിരുന്നു. മുട്ട് മടക്കാൻ പറ്റില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാ നിർത്തിയതാ ഞാൻ. ഡോക്ടർ നിർത്താൻ പറഞ്ഞില്ല. ഡോക്ടറോട് നമ്മൾ പറഞ്ഞപ്പോ ഡോക്ടർ സൈഡ് ഇഫക്റ്റ് അല്ല എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഓക്കെ. അപ്പൊ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് നിർത്തിയിട്ട് ഇപ്പം ഡയറ്റും എക്സസൈസും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഡയറ്റും എക്സസൈസും മാത്രം കറക്റ്റായി റെഡി ആക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു റിവേഴ്സ് എഫക്ട് വരില്ല, കുറച്ച് ടൈം എടുക്കും. പിന്നെ അയിനന്റെ ഒരു കേസിൽ എന്താന്ന് വെച്ചാൽ 26 വയസ്സായിട്ടുള്ളൂ, നന്നായി ജിമ്മിൽ പോയിട്ട് നല്ല ഒരു ട്രെയിനറൊക്കെ വെച്ച് വേണമെങ്കിലേ നന്നായി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം വെയിറ്റ് ട്രെയിനിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു നമ്മളെ പ്രോഗ്രാമില്. ഇപ്പം ഇത് കഴിഞ്ഞ്, ഇതിപ്പോ ഒരു ഹോം വർക്ക്ഔട്ട് ആണല്ലോ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മെല്ലെ ജിമ്മിലൊക്കെ പോയി നന്നായി വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പം അത് മാറേണ്ടതാണ് ആ പ്രശ്നം. ഓക്കെ. താങ്ക് യു.
അപ്പം എന്താ മുട്ടിന് ബുദ്ധിമുട്ടുള്ള ടാബ്ലറ്റ് കഴിക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ ഹലോ, പറയൂ. എന്റെ പേര് ഫാത്തിമ. പറയൂ. ഓക്കെ, എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തത് അലോപ്പതി ആയിരുന്നു 2016 അത് കഴിഞ്ഞിട്ട് അപ്പോ ഒരു 3 months മെഡിസിൻ എടുത്തായിരുന്നു. പക്ഷെ ആ 3 months മാത്രമാണ് കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വന്നത്. ഓവ ലൈഫ് മെറ്റ് എന്ന് പറഞ്ഞിട്ട് മെറ്റ്ഫോമിൻ ടാബ്ലറ്റ്സ്. അത് കഴിഞ്ഞ് പിന്നെ ആ മെഡിസിൻ നിർത്തിയപ്പോ അതേപടി മീൻസ് വെയിറ്റ് ഗെയിനും ഉണ്ടായി, പിന്നെ പീരീഡ്സും ആവാണ്ടായി. പിന്നെ ഞാൻ ഹോമിയോ ആണ് കൺസൾട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഹോമിയോ കൺസൾട്ട് ചെയ്തപ്പോ എനിക്ക് കറക്റ്റ് ഡേറ്റിന് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ സ്റ്റഡീസ് കഴിഞ്ഞപ്പോ ഇപ്പൊ സൗദിയിലാണ് ഉള്ളത്. അപ്പൊ ലാസ്റ്റ് ഇയർ എവിടെ, ഐ മീൻ ഹോസ്റ്റലിലായിരുന്നു അതുവരെ? ഇല്ല, ഞാൻ ആന്റിയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ നിന്നിട്ട് പഠിച്ചത്. അപ്പൊ അതില് മീൻസ് ലാസ്റ്റ് ഇയർ ഇങ്ങോട്ട് വന്നു, കൊറോണയ്ക്ക് ജസ്റ്റ് മുന്നേ. അതില് എന്താ മീൻസ് അപ്പോഴൊക്കെ പീരീഡ്സ് കറക്റ്റ് ആവുണ്ടായിരുന്നു, കറക്റ്റ് എല്ലാ മന്തും ആവുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ജിമ്മിലും പോകുന്നുണ്ടായിരുന്നു. ജിമ്മില് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ലോക്ക്ഡൌൺ ആയപ്പോ ആ ഒരു ലോക്ക്ഡൌണിൽ ഇപ്പൊ ഈ 1 year പീരീഡിൽ ഞാനൊരു 9 kg കൂടി. അത് ഇപ്പൊ ഞാനിപ്പോ ഇത് ATP ഇപ്പൊ 3rd season ആണ് എന്റെ. അപ്പൊ ഞാൻ ഇതിൽ കുറച്ചു 9 kg എന്റെ ഗെയിൻ ചെയ്ത വെയിറ്റ് ഞാൻ കുറച്ചു. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒരു ജൂൺ ഒക്കെ വരെ കറക്റ്റ് ആയിരുന്നു പീരീഡ്സ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2 months അല്ലെങ്കിൽ 2.5 months കഴിഞ്ഞിട്ടാ വന്നോണ്ടിരുന്നത്. ഇപ്പൊ എന്താ പറയാ, ATPയിൽ ജോയിൻ ചെയ്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ എക്സസൈസും ഡയറ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാനിപ്പോ ഈ ജാനുവരി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പീരീഡ്സ് ഇപ്പൊ കറക്റ്റ് ആണ്? പീരീഡ്സ് കറക്റ്റ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഫസ്റ്റ് 3 days അധികം ബ്ലീഡിങ് ഇല്ല, പിന്നെ സ്പോട്ടിങ് പോലെ ഉള്ളൂ. അത് കഴിഞ്ഞത് ഒരു 15 days ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നെക്സ്റ്റ് മന്ത് ആവുമ്പോ കറക്റ്റ് ഡേറ്റിനാവുന്നുണ്ട്, പക്ഷെ ഒരു 15 days മാത്രമേ ഗ്യാപ്പ് വരുന്നുള്ളൂ പീരീഡ്സിന്റെ ഇടയിൽ. അതാണ് പ്രശ്നം. അപ്പൊ ഫാത്തിമ, ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് സ്പോട്ടിങ് ഒരു പ്രശ്നം, സ്പോട്ടിങ് ആൻഡ് ഹെവി ബ്ലീഡിങ് അല്ലേ? മീൻസ് സ്പോട്ടിങ് മീൻസ് ഇപ്പൊ പീരീഡ്സിന്റെ ഡേറ്റിന് പീരീഡ്സ് ആവും, മീൻസ് സ്പോട്ടിങ് ഉണ്ടാവും. പക്ഷെ 3 days അധികം മീൻസ് ഈ സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവും. ബ്ലീഡിങ് ഒരു 3 days കഴിഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ഫാത്തിമാന്റെ കേസ് ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ ATPയിലെ ഡയറ്റീഷ്യൻ ഇല്ലേ, ഡയറ്റീഷ്യനെ ഞാന് അവർക്ക് ഹെവി ബ്ലീഡിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഞാന് ATPയിലെ ഡയറ്റീഷ്യനെ ഫാത്തിമാന്റെ ഡയറ്റീഷ്യൻ ആരാണ് ഇപ്പൊ? അനുപ്രിയ. ഓക്കെ, ഞാൻ അനുപ്രിയനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് സജഷൻസ് പറഞ്ഞ് എന്റെ ഡയറ്റിൽ മാറ്റം വരുത്തേണ്ടതെന്ന് ഞാന് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ 15 days ഗ്യാപ്പ് അത് മീൻസ് കറക്റ്റ് ഡേറ്റിനാവും, പക്ഷെ ഈ 15 days ഗ്യാപ്പ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഓൾറെഡി ഇപ്പൊ ഇറഗുലർ ആയിന്ന് നമ്മൾ റെഗുലർ ആയി വരുമല്ലേ, അപ്പൊ അതിന്റെ ഒരു ലാഗാണ്. പിന്നെ എന്താന്ന് വെച്ചാ ഒരു 4-5 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ വീണ്ടും ജിമ്മിലേക്ക് തന്നെ പോവാൻ തുടങ്ങും. സൗദിയിൽ ജിം ആക്സസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ മീൻസ് ഞങ്ങളിപ്പോ ഇനിയിപ്പോ റമദാൻ കഴിഞ്ഞ നാട്ടിലേക്ക് വരും. മീൻസ് ഇപ്പൊ കൊറോണ ഇത് കൊണ്ട് നിക്കണെന്നാവുന്നുള്ളൂ. ഓക്കെ. അപ്പം എന്താ പറയാ, വീണ്ടും ജിമ്മിലേക്ക്, അതായത് പെട്ടെന്ന് ഈ ഹോം വർക്ക്ഔട്ട് പറ്റുന്നത്ര ഹോം വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുക അപ്പൊ പെട്ടെന്ന് ജിമ്മിലേക്ക് പോവുക. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് നന്നായി വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ഉഷാറാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ റെഡി ആവുന്നുണ്ടല്ലോ, അപ്പൊ അത് ആ പ്രോസസ്സിലൂടെ തന്നെ റെഡി ആവുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം ഇത് കഴിക്കുന്നുണ്ടോ, ഓവ ലൈഫ് കഴിക്കുന്നുണ്ടോ? ഇല്ല, മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് റെഡി ആയിക്കോളും. പിന്നെ ഹെവി ബ്ലീഡിങ്ങിനുള്ള എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ അനുപ്രിയനെ ഡയറക്റ്റ് ആയിട്ട്
പറഞ്ഞുതരാം. ഞാൻ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞുതരാം. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ അത് എന്താണ് പോയിന്റ് എന്ന് ഓർമ്മ വരാത്തോണ്ടാണ്. ഓക്കെ ഓക്കെ, ഞാനത് എല്ലാവർക്കും ആ ഇൻഫർമേഷൻ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രശ്നം, ഡോണ്ട് വറി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ നമ്മളെ സെഷൻ നിർത്താൻ പോവാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അബിൻ, ചിത്ര, അബിൻ, അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ചാറ്റ് ഡിസേബിൾഡ് ആണ്. ആർക്കും ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോറി. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ചാറ്റിൽ മെസ്സേജ് ഇടാനുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു 10 minutes മോർ നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ചാറ്റ് ഓക്കെ ആണ്. ചാറ്റ് ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ആർക്കെങ്കിലും ചാറ്റിൽ എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാം. Hello, ma'am. പറയൂ. Ma'am, Anjali from Saudi Arabia. പറയൂ. 2018 എനിക്ക് PCOD ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നേ. എന്നിട്ട് 2018 സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ് മാരേജ് ആയത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ അധികം നിന്നിട്ടില്ല. ചേട്ടന് സൗദി അറേബ്യയിലായിരുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പോരുമായിരുന്നു. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. 3 months മെറ്റ്ഫോമിൻ കഴിച്ചു. പക്ഷേങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു പീരീഡ്സ് റെഗുലർ ആയില്ല, വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നവംബറിൽ ഞാൻ സൗദിയിൽ ജോയിൻ ചെയ്തു. അപ്പം നവംബർ, ഡിസംബർ, ജാനുവരി വരെയും എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിട്ട് വന്നു. ജാനുവരി ആയപ്പോഴത്തേക്ക് പീരീഡ്സ് വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര പെയിൻഫുള്ളും ആയി, ക്ലോട്ട് വരാൻ തുടങ്ങി. അപ്പം ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പം PID ആണ് എനിക്ക് സജസ്റ്റ് ചെയ്തു. PID പ്ലസ് PCOD ആന്ന് പറഞ്ഞു. അപ്പം പിന്നെ PIDയുടെ ട്രീറ്റ്മെന്റ് എടുക്കണം, അതിനുശേഷം PCOD ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1 month ഞാൻ PIDയുടെ ട്രീറ്റ്മെന്റ് എടുത്തു. അത് ഞാൻ വീണ്ടും അടുത്ത നെക്സ്റ്റ് മന്ത് ആയപ്പോൾ വീണ്ടും പീരീഡ്സ് ആയപ്പം സിവിയർ പെയിൻ ആയി. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, അതുപോലെ പെയിൻ ആയി. 7 days ഭയങ്കര ഹെവി ബ്ലീഡിങ് പ്ലസ് ക്ലോട്ട്, പെയിൻഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഓർത്തു ഇനി വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. 64 kg ഉണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് മന്ത്. ഞാൻ ഓർത്ത് ഇനി വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡയറ്റ് ചെയ്തു. എക്സസൈസ് ഒന്നും അധികം ചെയ്തില്ല, ഡയറ്റ് ചെയ്തു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. ലഞ്ചിന് റൈസ് ഇല്ലാണ്ടാക്കി, സാലഡ് മാത്രമായി. ഈവനിങ് ചായ കുടിക്കാണ്ടായി. നൈറ്റ് എന്തെങ്കിലും ജസ്റ്റ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അപ്പൊ വെയിറ്റ് ലോസ് ആയി. പക്ഷെ എനിക്ക് ഈ മന്ത് പീരീഡ്സ് ആയില്ല. വെയിറ്റ് ലോസ് ആയി. 64 ഞാൻ പെട്ടെന്ന് 59, 60 ഒക്കെ ആയി. അഞ്ജലി, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തടി കുറയുന്നുള്ള കാര്യത്തിന് ഇപ്പൊ നമ്മളൊക്കെ 4 ദിവസം പട്ടിണി കിടന്ന തടി കുറയില്ലേ? അറിയാം, പക്ഷേ അപ്പൊ അഞ്ജലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ എന്തായാലും നല്ല പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അഞ്ജലി ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ഓൾറെഡി ഓൾറെഡി ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസിലൂടെ കടന്നു പോയ ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും എന്തായാലും. എന്നിട്ട് പിന്നെ അത് പിന്നെയും സ്റ്റേബിൾ ആയിക്കോളും, വെയിറ്റ് ലോസിലേക്ക് തിരിച്ചു വന്നോളും. അപ്പൊ ബോഡിക്ക് ആ ഒരു ടൈം കൊടുക്കുക. ഓക്കെ, ബോഡിക്ക് ആ ഒരു എന്താ പറയാ, നമ്മളെ ഭക്ഷണം കഴിച്ച് കുറച്ച് വെയിറ്റ് കൂടി പിന്നെ വെയിറ്റ് ലോസിലേക്ക് വീണ്ടും വരാനുള്ള ഒരു ടൈം കൊടുക്കുക. ഒരിക്കലും ബോഡീനെ ഇങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ട് അബ്യൂസ് ചെയ്യരുത്. PCOD എന്ന് പറയുന്നത്, PCOD കാരണം എന്താ പറയാ, PCOD ഉണ്ടായാലും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത്.
ആരോടും എല്ലാരോടും ഉള്ള ഒരു സജഷനാണ്. ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ PCOD മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക വേണ്ട. ഇപ്പം അഞ്ജലി പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസ് ആയെങ്കിലും അഞ്ജലിന്റെ ബോഡിക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് PCODന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവാത്തത്. അപ്പം നന്നായിട്ട് ഇപ്പൊ ഉള്ള ഡയറ്റിൽ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് വേറെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അഞ്ജലിക്ക് ഇതല്ലാതെ ഈ ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസും ഇപ്പൊ വെയിറ്റ് ഗെയിനും അല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം കറന്റ്ലി? ഡിപ്രഷൻ ആണ് ഓൾമോസ്റ്റ്. ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും, പിന്നെ ആരോട് സംസാരിക്കില്ല, ഒരു സൈഡിലേക്ക് മാറിയിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ. ഓക്കെ, അപ്പം ഡിപ്രഷൻ 2 കാരണം കൊണ്ടുണ്ടാവും. ഒന്ന് PCOD കാരണം നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും, പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പം PCOD കാരണമുള്ള ഡിപ്രഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഡയറ്റും വർക്കൗട്ടും ഒക്കെ കറക്റ്റ് ആക്കുന്നതുകൊണ്ട് കൂടി അത് മാറും. ഇനി അല്ലാത്ത എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് എന്താ പറയാ, ഒരു തെറപ്പി സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ കിട്ടിയാൽ അത് ശരിയായിക്കോളും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ കാര്യങ്ങൾ ശരിയാക്കാം. നമ്മളെ സ്ലീപ്പ്, അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ ഡയറ്റ്, ന്യൂട്രീഷൻ, എക്സസൈസ്. ഇപ്പൊ എക്സസൈസ് ഇപ്പൊ എത്ര ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? എക്സസൈസ് ഞാനിപ്പം ഓൾമോസ്റ്റ് 2 വീക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈവനിങ് ടൈമിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുമ്പോ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഡിപ്രഷനിൽ? ഇച്ചിരി പ്ലസന്റ് ആയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇതിപ്പോ ATP പ്രോഗ്രാം കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ ഡയറ്റും എക്സസൈസും കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അതിനാണ് നല്ലൊരു ഡയറ്റ് തരുന്നത് നിങ്ങൾക്ക്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഫ്രൂട്ട്സ് കഴിക്കാൻ എല്ലാതും ഉള്ള ഡയറ്റ് അതിനാണ് തരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് എന്താ പറയാ കൊണ്ടുപോകാം കേട്ടോ അഞ്ജലി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാം, എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. പറയൂ. ജുബൈരിയാണ് സംസാരിക്കുന്നത്. മനസ്സിലായി, പറയൂ. ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടാണോ ഈ വയറ് ഇങ്ങനെ വീർത്ത് വരുന്നത്? ബ്ലോട്ടഡ് ആയിരിക്കും. ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ നമ്മളെ വയറ് വീർത്തിരിക്കും, ബ്ലോട്ടഡ് ആയിരിക്കും. അത് ഫാറ്റ് അല്ല, അത് വയറ് വീർത്തിരിക്കുന്നതാണ് ഗ്യാസ് ട്രബിൾ കാരണം. ഈ ഗ്യാസ് ട്രബിള് ഇതിന്റെ പ്രശ്നം മാറിയാൽ തന്നെ വയറ് വീർക്കുന്നതൊക്കെ നിന്നോളും കുറെയൊക്കെ. അപ്പൊ ഇത് എന്താ പറയാ, എന്നിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടായത് എന്താ ഇങ്ങനെ പൊതുവെ വയറില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ ഇവിടെ സൗദിയിൽ വന്നു ഒരു 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. അപ്പൊ സാധാരണ ഞാൻ ഒന്നും കഴിക്കാതിരുന്നാൽ തന്നെ പുറത്ത് പോയ ആൾക്കാർ ചോദിക്കും 9 മാസം ഗർഭിണിയാണ് ചോദിക്കും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമുണ്ട് ആൾറെഡി. പക്ഷെ വയറിങ്ങനെ വീർത്ത് വരും, ഭയങ്കര വയറാണ്. അതിന്റെ മക്കള് 2 സിസേറിയനായിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം നന്നായി കഴിക്കാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ പുറത്തുള്ള ഭക്ഷണം പറയുമ്പോ ഇവിടെ സൗദി ഫുള്ള് ഗ്രില്ലഡ് ഫുഡാണല്ലോ കംപ്ലീറ്റ്. പിന്നെ കപ്സ പോലത്തെ സാധനങ്ങളൊക്കെ വീക്കെൻഡിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ അഥവാ കൊണ്ടുവന്നാലും ഞാനൊന്ന് കുറച്ച് കഴിക്കുള്ളൂ, കൂടുതലൊന്നും കഴിക്കില്ല. അപ്പം ഗ്യാസ് ട്രബിള് വരാൻ കാരണം ഇങ്ങനത്തെ ഈ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ PCOD കാരണം ഗ്യാസ് ട്രബിള് വരുന്നുണ്ടാകും. പിന്നെ അത് കൂടാതെ ഈ ബ്ലോട്ടിങ്, ബോഡി ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങളും ഇങ്ങനത്തെ ഈ ഗ്രിൽഡ് ഫുഡ് അധികം കഴിക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലും വിചാരിക്കരുത് ഗ്രിൽഡ് ഫുഡ് ഓയിലിൽ പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ ഹെൽത്തി ആണെന്ന്. ഒരിക്കലും അങ്ങനല്ല. ഈ ഗ്രിൽഡ് ഫുഡ് നമ്മൾ ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലും കഴിക്കാവുന്നുള്ളൂ. നമ്മൾ ഓയിലില് നന്നായി ഉണ്ടാക്കിയ കറി അല്ലെങ്കിൽ നമ്മളെ നല്ല ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാതെ നല്ല ഓയിലിൽ വെച്ച് ഉണ്ടാക്കിയ കറി, അല്ലെങ്കിൽ ഇനി അഥവാ നല്ല ഓയിലിൽ പൊരിച്ചു കഴിച്ചാലും ഗ്രിൽഡ് ഫുഡിന്റെ അത്ര കേട് അത് ഉണ്ടാവില്ല. ഗ്രിൽഡ് ഫുഡ് സാധാരണ ക്യാൻസറസ് ആണ്. അത് ഭയങ്കര അധികം കൺസ്യൂം ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഫുഡിന്റെ കൺട്രോളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ കുറച്ച് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓൾറെഡി ഒരു ഡയറ്റ് ഉണ്ടാവുമ്പോൾ അതിന്റെ പുറത്ത് ഇങ്ങനത്തെ സാധനങ്ങളും കൂടി കഴിക്കുമ്പോൾ ചിലപ്പോൾ ഡയറ്റിന്റെ എഫക്ട് ഇല്ലാണ്ടാകും. അപ്പൊ അത് ശ്രദ്ധിക്കുക ജുബൈരിയ.
ഓക്കെ. പിന്നെ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മലബന്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തിന്റെ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഡയറ്റ് ഈ ഡയറ്റ് ചെയ്തിട്ട് ഈ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഡയറ്റിന്റെ ആ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ആ ഡയറ്റിന്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളെ പ്രശ്നമല്ല. അപ്പൊ നന്നായി വെള്ളം കുടിക്കുക, ആ ഡയറ്റ് കറക്റ്റായി എടുക്കുക, അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. ജുബൈരെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ആൾക്കാർ പറയുന്നത് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. എല്ലാരും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എല്ലാരും ഈ വായ്നോക്കികൾ കുറ്റം പറയാൻ നടക്കുന്നവരായിട്ടുണ്ടാകും നമ്മളെ ജീവിതത്തിൽ. അവരെ മൈൻഡാക്കാതിരിക്കുക. അതിപ്പോ നമ്മളെല്ലാരും അവരെ മൈൻഡാക്കാതിരിക്കാന്ന് നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് സ്റ്റേജിലും ഏതൊരു പെൺകുട്ടി ആയിക്കോട്ടെ, എങ്ങനെ നടക്കുന്ന പെൺകുട്ടി ആയിക്കോട്ടെ, ആൾക്കാർ പറയാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും ജുബൈരി. അതുകൊണ്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. എന്ത് ചെയ്താൽ മതിന്നോ, ആൾക്കാരോട് ഒന്നും തിരിച്ചു പറയണ്ട. ലാസ്റ്റ് നമുക്ക് നന്നായി ഡയറ്റും എക്സസൈസും ഒക്കെ ഉഷാറാക്കിയിട്ട് ബോഡിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോ മുമ്പ് പോയി നിന്നാ മതി. ഒരിക്കലും മുഖത്തടി താനെ കിട്ടിക്കോളും. താങ്ക് യു. അപ്പൊ നമ്മള് ടൈം ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. എന്തെങ്കിലും 1-2 ക്വസ്റ്റ്യൻ അർജന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. അല്ലെങ്കിൽ ഞാൻ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഒരുവിധം എല്ലാവരുടെ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ഡയറ്റീഷ്യനായിട്ട് കണക്ട് ചെയ്യുക, അവരെന്നെ കണക്ട് ചെയ്തോളും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, പിന്നെ നിങ്ങളെ ഹെവി ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു, ആ ഇൻഫർമേഷൻ ഞാൻ എന്തായാലും നമ്മൾ ATP ഡയറ്റീഷ്യനായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കെങ്കിലും ഇനി വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊരു റെമിഡിക്ക് വേണ്ടി ഞാനത് ഷെയർ ചെയ്യും. പെട്ടെന്ന് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ ഓർമ്മ വരാത്തതുകൊണ്ടാണ്. അപ്പം താങ്ക് യു ഫോർ അറ്റൻഡിങ് മൈ സെഷൻ. എല്ലാവരോടും സംസാരിച്ചതിൽ സന്തോഷം. പിന്നെ ഇൻഷാ അല്ലാ ഇതിലൂടെ നമ്മളെ PCOSന്റെ ഒരു എന്താ പറയാ അവയർനെസ്സിലൂടെ നമുക്ക് നല്ല പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ഓൾ ദി ബെസ്റ്റ് പറയാണ്, നിങ്ങളെ എക്സസൈസ് ആൻഡ് ഡയറ്റ് റൂട്ടീന് വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു അബിൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സി യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആയിഷ. താങ്ക് യു സോ മച്ച്. ഇത്രയും എന്താ പറയുക PCOD കാരണം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു ക്ലാസ് കേട്ട് പോകുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ആക്ഷൻ പ്ലാൻ ആക്കി എടുക്കുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞതും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രിപ്പറേഷനും ഈവൻ അടുക്കളയിലുള്ള മാറ്റങ്ങൾ വരെ നമ്മളെ റിലേഷൻഷിപ്പിലുള്ള ചേഞ്ചസ് വരെ ആഴ്ച പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് for everyone, and thank you so much Aisha, and wish you all the very best for all the participants. And Aisha, thank you so much and have a nice day. Good night.